സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. എന്നൊക്കെ പറഞ്ഞേ, സൈന്യബലത്താലല്ല. ഇങ്ങനൊന്നും പറയല്ലേ. ഇന്നലെ നല്ല ഉഷാറായിരുന്നല്ലോ, ഇന്നിപ്പോ എന്നാ ഉറങ്ങുന്നേ? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. അപ്പൊ ഇതാരോടാണ് ദൈവം പറയുന്നത്? സൈന്യങ്ങളുടെ കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. എന്തിനെ കുറിച്ചാണെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്ക്. എന്തിനെ കുറിച്ചാണെന്നറിയാമോ? അതായത് ഒരിക്കൽ അടിമത്തത്തിലേക്ക് പോയി ജനത ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും ദേവാലയം പണിയാൻ തുടങ്ങുകയാണ്. അവർക്ക് മുമ്പുണ്ടായിരുന്ന ദേവാലയം അതാരാണ് പണിതത്? ജെറുസലേമിലെ ആദ്യത്തെ ദേവാലയം പണിതത് ആരാണ്? സോളമനാണ്. സോളമൻ പണി കഴിപ്പിച്ച ലോകത്തെ ഏറ്റവും മനോഹര കാവ്യമെന്ന് പേരെഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ ശില്പവിദ്യ എന്ന് ഒരു 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 ലോകത്തെമ്പാടും അങ്ങനെ ഒരു ഖ്യാതി നേടിയ ആ ജെറുസലേം ദേവാലയം നെബൂഖദ്നേസർ കത്തിച്ച് ചാമ്പലാക്കി, അഗ്നിക്കിരയാക്കി എന്നാ ബൈബിള് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി. ദേശത്ത് ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടന്നു, കവാടങ്ങൾ അഗ്നിക്കിരയായി, ദേവാലയം കത്തി നശിച്ചു. ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി. ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ ജനതയുടെ ചരിത്രം വായിക്കണമെങ്കിൽ ബൈബിളിലെ വിലാപങ്ങളുടെ പുസ്തകം വായിക്കണം, ദാനിയേലിന്റെ പുസ്തകവും വായിക്കണം. ബാബിലോൺ അടിമത്തത്തിൽ കിടന്ന ജനതയുടെ ചരിത്രം വായിക്കണമെങ്കിൽ വായിക്കേണ്ട പുസ്തകങ്ങളാണ് ബൈബിളിലെ വിലാപങ്ങളുടെ പുസ്തകം, അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം. അങ്ങനെ ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് എസ്രായുടെയും നെഹമിയായുടെയും നേതൃത്വത്തിൽ ഈ വ്യക്തികൾ തിരിച്ചു വരികയാണ്. എസ്ര, നെഹമിയ എന്നിവരുടെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വന്നിട്ട് അവർ ദേവാലയം പണിയാൻ തുടങ്ങിയാണ്. അത് ജെറുസലേമിൽ അവർ രണ്ടാമത്തെ ദേവാലയം പണിയാൻ ആരംഭിച്ചു. ശ്രദ്ധിച്ചിരിക്കണം, ഇത് നമുക്ക് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതിന്റെ ഒരു പശ്ചാത്തല ആവശ്യമുണ്ട്. അങ്ങനെ ജെറുസലേമിൽ അവർ രണ്ടാമത്തെ ദേവാലയം പണിയാൻ ആരംഭിച്ചപ്പോൾ ആ രണ്ടാമത്തെ ദേവാലയ നിർമ്മാണത്തിന് ദൈവം കണ്ടെത്തിയ പ്രഗത്ഭനായ നേതാവിന്റെ പേരാണ് സെറുബാബേൽ. ആ സെറുബാബേലിനോടാണ് ദൈവം പറയുന്നത്, നീ ദേവാലയം പണിയും സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാൽ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാൽ. അപ്പോൾ സെറുബാബേൽ എന്ന ആ പുരോഹിതൻ മുതൽ പിന്നീട് അന്നാസ്, കയ്യാപ്പ വരെ, അതാണ് ഒരു മൂന്നാമത്തെ കൂട്ടം നേതാക്കന്മാർ. ആദ്യത്തേത് മോശ മുതൽ സാമുവേൽ വരെ, രണ്ടാമത്തേത് സാവൂൾ മുതൽ സെദക്കിയ വരെ, മൂന്നാമത്തേത് സെറുബാബേൽ മുതൽ അന്നാസും കയ്യാപ്പാസും വരെ. എന്തിനാ ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞെന്നറിയാം? പഴയ നിയമത്തിൽ ഇതിൽ ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്, എല്ലാവരുടെ മേലും വന്നിട്ടില്ല. ഈ നേതാക്കന്മാരിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഉദാഹരണത്തിന് മോശയുടെ മേലുണ്ട്, അഹറോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, ജോഷുവയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, സാമുവേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, സാവൂളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, സോളമന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. സോളമൻ കഴിഞ്ഞ് ഒരൊറ്റ രാജാവിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നതായി ബൈബിളിലില്ല. സോളമൻ കഴിഞ്ഞാൽ പിന്നെ ഒരു രാജാവിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നതായി എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ആരൊക്കെയാണ്? ഏലിയ, ഏലീഷ, ആമോസ്, യെശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, നാഹൂം, ഹബക്കൂക്ക്, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഒറ്റ രാജാവിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് പിന്നീട് വന്നില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചേ. മോശ മുതൽ സാമുവേൽ വരെ, സാവൂൾ മുതൽ സെദക്കിയ വരെ, സെറുബാബേൽ മുതൽ അന്നാസ്, കയ്യാപ്പാസ് തുടങ്ങിയ ആളുകൾ വരെ ഒരു പ്രത്യേക കാലഘട്ടം എത്തിയപ്പോൾ പ്രവചന ശബ്ദം നിലച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം ഏതാണ്? മലാഖി. അതൊരു പ്രവാചകനാണ്. മലാഖി പ്രവചനം നടത്തിയതിനു ശേഷം ഇസ്രായേലിൽ പിന്നീട് അടുത്ത 4 നൂറ്റാണ്ട് കാലത്തേക്ക്, 400 വർഷത്തേക്ക് ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ല.
മലാഖിയുടെ പ്രവചനത്തിന് ശേഷം ഇസ്രായേലിലെ ഒരു പ്രവാചകനും ദൈവശബ്ദം പ്രഘോഷിച്ചിട്ടില്ല. ഇതാ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് മലാഖിക്ക് ശേഷം ഒരു പ്രവചന ശബ്ദം ഇസ്രായേലിന്റെ മണ്ണിൽ മുഴങ്ങിക്കെട്ടിട്ടില്ല. പ്രവചനം നിലച്ചു, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നിലച്ചു. കഠിനമായ അടിമത്തത്തിലേക്കും പീഡനങ്ങളിലേക്കും ജനത കടന്നുപോയി. ബാബിലോൺ അടിമത്തത്തിന് ശേഷം തിരിച്ചു വന്ന ജനതയെ പേർഷ്യക്കാർ, സിറിയക്കാർ, ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ഇങ്ങനെ 5 സാമ്രാജ്യങ്ങൾ അടിമകളാക്കി വെച്ചു. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്ന ജനത പിന്നീട് ഒരിക്കൽ പോലും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. 1945 ശേഷം ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപപ്പെടുന്നത് വരെ പിന്നീട് അവർ അടിമത്തത്തിലായിരുന്നു. ചിതറിപ്പിക്കപ്പെട്ട്, സ്വന്തം നാട്ടിൽ നിന്ന് ചിതറിക്കപ്പെട്ട് അന്യദേശങ്ങളിലേക്ക് ചിതറിപ്പാർത്ത ഒരു ജനം. ശ്രദ്ധിക്കുക, അങ്ങനെ രാജാവില്ലാതായി, രാജ്യം അടിമത്തത്തിലാണ്, ദേവാലയം തകർന്നു കിടന്നു. പിന്നീട് അവർ 2ാമത്തെ ദേവാലയം പണിതെങ്കിലും 2ാമത്തെ ദേവാലയം കണ്ട് ആദ്യത്തെ ദേവാലയം കണ്ടിരുന്ന ആളുകൾ വാവിട്ട് കരഞ്ഞു എന്നാ പറയുന്നത്. കാരണം ആദ്യത്തെ ദേവാലയത്തിന്റെ 7 അയലത്തെത്തില്ല 2ാമത്തെ ദേവാലയം. അങ്ങനെ രാജാവ്, രാജ്യം, മനോഹരമായ ആദ്യത്തെ ദേവാലയം, ദൈവത്തിന്റെ പരിപാലന, പ്രവചന ശബ്ദം, ആത്മാവിന്റെ സാന്നിധ്യം എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. അങ്ങനെയായി ഇസ്രായേൽ എന്ന ഒരു ജനത. അങ്ങനെ സകലതും നഷ്ടപ്പെട്ട ഈ ജനത 4 നൂറ്റാണ്ട് കാലത്തേക്ക് പ്രവചന ശബ്ദം നിലച്ചപ്പോൾ, ദൈവത്തിന്റെ സ്വരമില്ലാതായപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി ആ ജനത കാത്തിരുന്നു. ആ 400 വർഷങ്ങൾ ആ ജനത കാത്തിരുന്നത് 2 കാര്യങ്ങൾ സംഭവിക്കാനാണ്. ഒന്നാമത്തെ കാര്യം, ദാവീദിന്റെ വംശത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും നിറയപ്പെട്ട ഒരു അഭിഷിക്തൻ, ഒരു മിശിഹ, ഒരു അനോയിന്റഡ് വൺ, ഒരു അഭിഷിക്തൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് പിറക്കും. ഒന്നാമത്തെ കാത്തിരിപ്പ്. 400 കൊല്ലം കിരാതമായ അടിമത്തത്തിന്റെ നുകം കഴുത്തിന് മീതെ വെച്ച് കെട്ടപ്പെട്ട ഒരു മഹാജനത കാത്തിരുന്നു 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ഈ രാജ്യത്തിലെ ഏറ്റവും മഹാനായ രാജാവായ ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു അഭിഷിക്തൻ. ആ വാക്കോർത്തിരിക്കണം, അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, മിശിഹ, ക്രിസ്തു. ഇതിനെല്ലാം ഒരേ അർത്ഥമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അനോയിന്റഡ്, മിശിഹ എന്ന് പറഞ്ഞാൽ അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷിക്തൻ, അഭിഷേകം നിറഞ്ഞവൻ. അതാണ് ഞാൻ ലളിതമായ ഭാഷയിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും നിറയപ്പെട്ട ഒരു വ്യക്തി, ഒരു രാജാവ് ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. ഇതായിരുന്നു അവരുടെ ഒന്നാമത്തെ പ്രതീക്ഷ. വേഗത്തിൽ എടുത്ത് വായിക്കാം. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. ഈ പഴയ നിയമ ജനതയുടെ ഒന്നാമത്തെ പ്രതീക്ഷ. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. ജസ്സ ആരാണ്? ജസ്സെ ദാവീദിന്റെ അപ്പനാണ്. ദാവീദിന്റെ പിതാവായ ജസ്സയുടെ, വായിക്ക്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. പ്രതീക്ഷയാണ്. വരുംകാലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ, സുന്ദരമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അടിമത്തത്തിന്റെ ചങ്ങലപ്പൂട്ടുകളെ തകർത്തുകൊണ്ട് ഒരു അഭിഷിക്തൻ വരും. നൂറ്റാണ്ടുകളായിട്ട് നുകത്തിന് മീതെ നുകം വെക്കപ്പെട്ട് കെട്ടപ്പെട്ട് അടിമത്തത്തിൽ കിടന്നൊരു ജനത കാത്തിരിക്കുകയാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ഈ വാക്യം ഓർത്തിരിക്കണം. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര് പഠിച്ചു വെക്കേണ്ട ഒരു വാക്യമാണിത്. യെശയ്യാ 11:3. യെശയ്യാ 11:3 വേഗത്തിൽ, യെശയ്യാ 11:2 വേഗത്തിൽ പഠിച്ചു വെച്ചിരിക്കണം ഈ വചനം. വായിച്ചേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും
ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് മാത്രമോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് മാത്രമോ അവൻ വിധി നടത്തില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. മതി. അതായത് 4 നൂറ്റാണ്ട് പ്രവചനങ്ങൾ നിലച്ചുപോയൊരു ജനത, ദൈവസ്വരം അടഞ്ഞുപോയൊരു ജനത, ദൈവം സംസാരിക്കാതെ നിഗൂഢമായൊരു നിശബ്ദതയിൽ ദൈവം തന്റെ ജനത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നൊരു കാലത്ത് ഇസ്രായേൽ എന്നൊരു ജനത കാത്തിരുന്നു. ഇതാ ഒരു അഭിഷിക്തൻ വരും, ഒരു മിശിഹ വരും, ഒരു ക്രിസ്തു വരും. ആ പേരിന്റെ അർത്ഥം ഓർത്തിരിക്കണം. അഭിഷിക്തൻ എന്നാണ് മിശിഹ. ക്രിസ്തു അതിന്റെ എല്ലാ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ, ആത്മാവ് കൊണ്ട് നിറഞ്ഞവൻ. അതാണ് അഭിഷിക്തൻ എന്ന വാക്കിന്റെ അർത്ഥം. ആത്മാവ് കൊണ്ട് നിറഞ്ഞവൻ. അങ്ങനെ ഒരാൾ ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വരും. ഇതാണ് അവരുടെ ഒന്നാമത്തെ പ്രതീക്ഷ. രണ്ടാമത്തെ പ്രതീക്ഷ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല വരുന്നത്. ആ കാലമെത്തുമ്പോ, കർത്താവിന്റെ ആ ദിനമെത്തുമ്പോഴേക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു രാജാവ് മാത്രമല്ല വരാൻ പോകുന്നത്, എല്ലാവരുടെ മേലും ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കും. ഇതാണ് അവരുടെ രണ്ടാമത്തെ പ്രതീക്ഷ. എടുത്തു വായിക്കാം. ജോയൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം. ജോയൽ 2:28. ആദ്യത്തേത്, പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും നിറഞ്ഞ ഒരു രാജാവ് വരും. രണ്ടാമത്തേത്, അവൻ വരുന്ന ആ കാലം എത്തുമ്പോ എല്ലാവരുടെ മേലും ആത്മാവ് നിറയും. ജോയൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം ചെത്തി വായിച്ചേ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ ചുരുക്കം ചില തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ മാത്രം വന്ന് ചില ഉത്തരവാദിത്തങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് തിരിച്ചു പോയിരുന്ന ആത്മാവ് ഒരിക്കലും വിട്ടുപോകാതെ എല്ലാവരുടെ മേലും വന്നാവസിക്കും. ഇതായിരുന്നു യഹൂദന്റെ പ്രതീക്ഷ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത്? ഒന്നാമത്തേത്, ഈ ജനതയെ വിമോചിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും നിറഞ്ഞ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെ അറിവിന്റെയും ആത്മാവ് നിറഞ്ഞ ഒരു രാജാവ് ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. രണ്ടാമത്തേത്, അവൻ വരുന്ന കർത്താവിന്റെ ദിനമെത്തുമ്പോഴേക്കും, ദൈവം പ്രവർത്തിക്കുന്ന ആ ദിനമെത്തുമ്പോഴേക്കും സകലരുടെ മേലും അവൻ തന്റെ ആത്മാവിനെ വർഷിക്കും. എല്ലാവരുടെ മേലും. ഒരിക്കൽ കൂടെ വായിച്ചേ. അന്ന് ഇങ്ങനെ സംഭവിക്കും. ഉറക്കെ വായിക്കണം. ഇതാണ് പത്രോസ്ലീഹ പെന്തക്കോസ്തായിൽ എടുത്ത് കോട്ട് ചെയ്യുന്ന വചനം. ഉറക്കെ വായിച്ചേ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് നൂറ്റാണ്ടുകളായി യഹൂദ ജനത അങ്ങനൊരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു രാജാവ്. ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. സോളമന് ശേഷം നോട്ട് ഈവൻ എ സിംഗിൾ കിങ്, ഒരൊറ്റ രാജാവ് പോലും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്തതിന്റെ ഗതികേട്, അടിമത്തം, ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടിയ അടിമത്തത്തിന്റെ പാതാളക്കുഴിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ജീവിതങ്ങൾ, ജന്മനാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പറിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ, ബാബിലോൺ നദിയുടെ തീരത്ത് നിന്ന് അലറി വൃക്ഷങ്ങളിൽ കിന്നരങ്ങൾ തൂക്കിയിട്ടിട്ട് നഷ്ടപ്പെട്ട നാടിനെ ഓർത്ത് കരയാൻ വിധിക്കപ്പെട്ട ഒരു പാവം ജനത, മക്കളെ വേവിച്ച് തിന്നേണ്ടി വന്നൊരു ജനത, സ്വന്തം മക്കളെ ബാബിലോണിലെ അടുപ്പ് ചൂളകളിൽ ചുട്ടുകൊല്ലേണ്ടി വന്നൊരു ജനത. ആ ജനത കാത്തിരിക്കുകയാണ്, ഒരു രാജാവ് വരും. ആ രാജാവിന്റെ പ്രത്യേകത, ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്നായിരിക്കും ആ രാജാവ് വരുന്നത്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഒരു സിംഹം, ദാവീദിന്റെ പരമ്പരയിൽ നിന്ന് ഒരു സിംഹം.
സക്കറിയ പ്രവചിച്ചു, ബേദലഹേം എന്ന നഗരത്തിൽ ദാവീദിന്റെ പട്ടണത്തിൽ ജനിക്കുന്ന ഒരുവൻ. സക്കറിയ പ്രവചിച്ചു, കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തു കയറി വരുന്ന ഒരു രാജാവ്. ഇങ്ങനെ 100 കണക്കിന് പ്രവചനങ്ങൾ, ഏതാണ്ട് 200-300 അടുപ്പിച്ച് പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, രാജത്വം അവന്റെ ചുമലിലായിരിക്കും. കാത്തിരിക്കുകയാണ് ഒരു രാജാവിന് വേണ്ടി. എന്താണ് രാജാവിന്റെ പ്രത്യേകത? എന്താണ് രാജാവിന്റെ പ്രത്യേകത? പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു രാജാവ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ പശ്ചാത്തലത്തിൽ 400 വർഷങ്ങൾക്ക് ശേഷം അവർ കാത്തിരുന്ന ആ സംഭവം നടക്കാൻ പോവുകയാണ്. 400 കൊല്ലമായി ആ ജനത കാത്തിരുന്ന ആ പരിശുദ്ധാത്മാവ് 400 വർഷങ്ങൾക്ക് ശേഷം ഇതാ 2 ദമ്പതികളിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ചാടി എഴുന്നേറ്റേ. നമുക്ക് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ പശ്ചാത്തലം പിടികിട്ടിയോ? അതായത് കാത്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെ നമ്മൾ ഇനി ഓരോന്നായിട്ട് കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കാത്തിരിക്കുമ്പോ, പ്രാർത്ഥിക്കുമ്പോ, വായിക്കുമ്പോ, പഠിക്കുമ്പോ തന്നെ ആത്മാവ് നിറയണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. പരിശുദ്ധാത്മാവേ, ഇസ്രായേൽ എന്ന ജനത കാത്തിരുന്നത് പോലെ ഞങ്ങൾ ഇതാ കാത്തിരിക്കുകയാണ്. പൂർണ്ണമായും ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ദിവസം, ആത്മാവിനാൽ പരിപൂർണമായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു ദിവസം. ഇത് സത്യമാണ്, അത് കെട്ടുകഥയല്ല. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്ത മക്കളെ. ഇനി ആരെ ശ്രദ്ധിക്കരുത്. നിങ്ങൾ എത്രത്തോളം ആത്മാഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നോ അത്രത്തോളം ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. 2-3 മിനിറ്റ് സ്തുതിക്ക്, ശക്തിയോടെ സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. എല്ലാ മക്കളും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. അതിനെ തുറന്ന് വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ച് കണ്ണടച്ച് പാടി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞ് കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടിക്ക്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടിക്ക്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാപമണ്ഡലമായ ജീവിതങ്ങളുടെ മേൽ, തകരുന്ന കുടുംബങ്ങളുടെ മേൽ, ആസക്തികളിൽ, അടിമത്തങ്ങളിലും കെട്ടപ്പെട്ട് കിടക്കുന്ന, എഴുന്നേൽക്കാനാവാതെ തളരുന്ന ജീവിതങ്ങളുടെ മേൽ, തകർന്ന മനസ്സിന്റെ മേൽ, ഹൃദയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളെ സഹായിക്കാൻ അങ്ങല്ലാതെ ആരുമില്ല. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ ഞാൻ അയക്കുമെന്ന് അപ്പസ്തോലന്മാരോട് ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവേ, ദാഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾ ഒരുമിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശം മുഴുവൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓരോ മകന്റെ മേലും മകളുടെ മേലും ആത്മാവ് വന്നിറങ്ങണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ആത്മാവിനാൽ കത്തിജ്വലിക്കണമേ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. യേശു അരുളി ചെയ്ത കാര്യങ്ങൾ അനുസരിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ദാഹത്തോടെ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഭാഗത്തോടെ ഉച്ചത്തിൽ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോ. അതിനെ തുടർന്ന് ഹല്ലേലൂയാ. വേഗത്തിലിരുന്നേ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളില് ലൂക്കാ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം തുറന്നു വെക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് 2 കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒന്നാമത്തെ കുടുംബം സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം, ഒരു പുരോഹിത കുടുംബം. അവർ താമസിച്ചിരുന്നത് യൂദയായിൽ, അതായത് ഇസ്രായേലിന്റെ ദക്ഷിണ ഭാഗത്ത്, സൗത്തിൽ. എന്നാൽ രണ്ടാമത്തെ കുടുംബം ചെറുപ്പക്കാരായ ദമ്പതികൾ, കൃത്യമായിട്ട് പ്രായം പറഞ്ഞാൽ ഏതാണ്ട് 16 വയസ്സും 15 വയസ്സും പ്രായമുള്ള ദമ്പതികൾ, വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ ദമ്പതികൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത ദമ്പതികൾ. വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ യഹൂദ നിയമത്തിന്റെ, യഹൂദ ജീവിത പാരമ്പര്യത്തിൽ കല്യാണത്തിന്റെ ആദ്യത്തെ ഘട്ടമായ അവര് കൗമാരക്കാരായിരിക്കുമ്പോൾ തന്നെ വിവാഹ നിശ്ചയം ചെയ്യും. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്ത് യൗസേപ്പ് പിതാവിന് ഏതാണ്ട് ഒരു 16 18 വയസ്സും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു 15 വയസ്സും പ്രായം. വിഷമൊന്നും തോന്നണ്ട, അത്രേ ഉള്ളൂ പ്രായം. അങ്ങനെയുള്ള രണ്ടാമത്തെ ദമ്പതികൾ അവർ താമസിക്കുന്നത് നോർത്ത് ഭാഗത്ത്, അതായത് അവർ താമസിക്കുന്നത് അതിന്റെ വടക്ക് ഭാഗത്ത്, ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത്. അങ്ങനെ 2 കുടുംബങ്ങളിൽ, ഒന്ന് സൗത്തിലും ഒന്ന് നോർത്തിലും 2 കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കർത്താവിന്റെ ആത്മാവ് 2 കുടുംബങ്ങളിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുടുംബത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണ്. അതാണ് സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. നിങ്ങൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം, 5ഉം 6ഉം വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. സക്കറിയ എന്ന പേരിന്റെ അർത്ഥം ദൈവം, യഹോവ ഓർമ്മിച്ചിരിക്കുന്നു. യാവേ ഹാസ് റിമെമ്പേർഡ്. ദൈവം, സർവശക്തനായ ദൈവം, കർത്താവ് എല്ലാം ഓർത്തിരിക്കുന്നു, ഓർമ്മിച്ചിരിക്കുന്നു. 400 വർഷത്തെ കാത്തിരിപ്പ് കർത്താവ് ഓർമ്മിച്ചിരിക്കുന്നു. ദൈവം അത് മറന്നിട്ടില്ല. ദൈവം അതിന് ഒരു വിരാമം ഇട്ടിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് ദൈവിക പദ്ധതി അവസാനിച്ചിട്ടില്ല. സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം കടന്നു വരികയാണ്. ഇതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം മനസ്സിലാക്കണം. സക്കറിയായിക്ക് 2 സങ്കടങ്ങളുണ്ട്. സക്കറിയയുടെ ഒന്നാമത്തെ സങ്കടം, ആയിരക്കണക്കിന് പുരോഹിതന്മാരുണ്ടായിരുന്ന ഒരു കാലം. നിങ്ങൾ പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു വായിച്ചാൽ ലേവ്യ പുരോഹിതന്മാരെ മോശയും അഹറോനും 24 ഗണങ്ങളായി തിരിച്ചിരുന്നു. 24 ഗണങ്ങൾ, 24 ഗണങ്ങളായ പുരോഹിതന്മാർ. അന്ന് മോശയും അഹറോനും ഈ പുരോഹിതന്മാരുടെ ഗണങ്ങൾ തിരിക്കുന്ന അന്ന് തന്നെ ഏതാണ്ട് 20,000-ത്തിലധികം പുരോഹിതന്മാരുണ്ടായിരുന്നു. അന്ന് 20,000-ത്തിലധികം പുരോഹിതന്മാരെ
24 ഗണങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഗണത്തിലും ആയിരക്കണക്കിന് പുരോഹിതന്മാർ ഉണ്ട്. യേശുവിന്റെ കാലം എത്തുമ്പോഴേക്കും 10,000-കണക്കിന്, അതിന്റെ ഒരുപാട് മടങ്ങ് പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 1000-കണക്കിന് പുരോഹിതന്മാർ ഓരോ ഗോത്രത്തിലും ഓരോ ഗണത്തിലുമുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ചേ. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് ആരുടെ ഗണത്തിൽ? അബിയായുടെ ഗണത്തിൽ. വേഗത്തിലെടുത്ത് 1 ദിനവൃത്താന്തം 24-ാം അധ്യായം. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങള് വായിച്ചാൽ ഈ ഗണങ്ങളെ പറ്റി അറിയിപ്പ് കിട്ടും. 1 ദിനവൃത്താന്തം 24:7 മുതൽ ഉച്ചത്തി വായിക്ക്. നറുക്ക് വീണതനുസരിച്ച് 1-ാമൻ ഹോയാറബ്, 2-ാമൻ യദായ, 3-ാമൻ ഹാരിം, 4-ാമൻ സെവൂരിം, 5-ാമൻ മൽക്കിയ, 6-ാമൻ മിയാമിൻ, 7-ാമൻ ഹാക്കോസ്, 8-ാമൻ അബിയ. കേൾക്കുന്നുണ്ടോ? ഇത് 24 ഗണങ്ങളായി തിരിച്ചിരുന്ന ആ പുരോഹിതന്മാരുടെ ഗണത്തിൽ 8-ാമത്തെ ഗണത്തിലാണ് അബിയായുടെ ഗോത്രം. ആ അബിയായുടെ ഗോത്രത്തിലെ പുരോഹിതനായിരുന്നു ആര്? സക്കറിയ. അങ്ങനെ 24 ഗണങ്ങളായി തിരിച്ചിട്ടുള്ള യഹൂദ പുരോഹിതന്മാരിൽ 8-ാമത്തെ അവസരം കിട്ടുന്ന ഗോത്രത്തിൽ, അബിയായുടെ ഗോത്രത്തിൽ ജനിച്ച സക്കറിയ. പ്രശ്നം എന്താണെന്നറിയാമോ? വർഷത്തിൽ ഒരു ഗോത്രത്തിന് ആകെ കിട്ടുന്നത് 2 ആഴ്ച ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമാണ്. 2 വീക്സ്. അതാണ് അവർക്ക് വർഷത്തിൽ കിട്ടുന്നത്. 10,000-കണക്കിന് പുരോഹിതന്മാർ ഓരോ ഗണത്തിലുമുണ്ട്. അതുകൊണ്ട് ഈ പുരോഹിതന്മാർക്ക് അവരുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടാതെ അനേക പുരോഹിതന്മാർ മരിച്ചിരുന്നു. പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവസരം കിട്ടാതെ. കാരണം എന്താണ്? 10,000-കണക്കിന് പുരോഹിതന്മാർ ഓരോ ഗോത്രത്തിലുമുണ്ട്. പുതിയ പുതിയ പുരോഹിതന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോ എന്നെ ശ്രദ്ധിക്ക്, 10,000-കണക്കിന് പുരോഹിതന്മാരുള്ളത് കൊണ്ട് ആകെ കൂടെ വർഷത്തിൽ 2 ആഴ്ചയാണ് ഒരു ഗോത്രത്തിന്, ഒരു ഗണത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ജെറുസലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ആ ഇരുട്ടറയിൽ ധൂപപീഠമുണ്ട്. ആ ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ ജീവിതത്തിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഭാഗ്യം കിട്ടാതെ മരിച്ചു വീണ 1000-കണക്കിന് പുരോഹിതന്മാരുടെ ഒരു കാലത്ത്. അതുകൊണ്ട് തർക്കം ഒഴിവാക്കാൻ വേണ്ടി, പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് ഈ 1000-കണക്കിന് പുരോഹിതന്മാരുടെ പേരിട്ട് നറുക്കിടും. അങ്ങനെ നറുക്ക് വീഴുന്ന ആൾക്ക്, ഭാഗ്യമുള്ള ആൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയേക്കാം. എന്താണ് ചെയ്യുന്നത്? എന്നെ ശ്രദ്ധിക്കുക. ജെറുസലേം ദേവാലയത്തിന് പ്രധാനമായും 3 ഭാഗമുണ്ട്. ഒന്ന് അതിന്റെ പുറത്തെ മുറ്റം, അവിടെയാണ് ബലിപീഠം, അവിടെയാണ് ബലികളെല്ലാം നടക്കുന്നത്. ബലിപീഠം, ഈ പുറത്തെ പ്രാകാരം, ഔട്ടർ കോർട്ട്, അവിടെയാണ് ബലി നടക്കുന്നത്. ഇനി അതിനകത്ത് ബലിപീഠം സ്ഥിതി ചെയ്യുന്ന ആ ഔട്ടർ കോർട്ടിനെയും അകത്തെ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശീല, ആ തിരശീലയുടെ അകത്തുള്ള മുറിയുടെ പേരാണ് വിശുദ്ധ സ്ഥലം. അവിടെ 3 കാര്യങ്ങളുണ്ട്. 7 കാലുള്ള വിളക്കുണ്ട്, നടുക്ക് ധൂപപീഠമുണ്ട്, വലതുവശത്ത് 12 അപ്പക്കഷണങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയുണ്ട്. ഒത്തിരി ആകുലപ്പെടേണ്ട ഇതൊന്നും ഓർത്തിട്ട് 3 കാര്യങ്ങളുണ്ട്. വിശുദ്ധ സ്ഥലത്ത് തിരശീല ഇട്ടിരിക്കുകയാണ്. അവിടെ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. ആകെ അവിടെയുള്ള വെളിച്ചം ഈ 7 കാലുള്ള വിളക്കിൽ നിന്ന് പുറത്തു വരുന്ന ചെറിയ തിരി വെളിച്ചം, മെഴുകുതിരി കത്തിച്ചതുപോലുള്ള വെളിച്ചം. ഈ മുറിയിൽ ആകെയുള്ള വെളിച്ചം അതാണ്. ആ അരണ്ട വെളിച്ചമുള്ള മുറിയിൽ കയറി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വിശുദ്ധ സ്ഥലത്ത് കയറി ധൂപം അർപ്പിക്കണം. നമ്മള് ധൂപക്കുറ്റി വീശുന്നത് പോലല്ല അവര് ധൂപം അർപ്പിക്കുന്നത്. ധൂപപീഠമാണ്. അതിൽ വെളിയിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് കനലെടുത്തോണ്ട് വന്ന് ആ ധൂപപീഠത്തിന്റെ മുകളിലുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുന്തിരിക്കം എടുത്ത് ഇങ്ങനെ ഇടണം. അത്രേ ഉള്ളൂ. കുന്തിരിക്കം എടുത്ത് ഇങ്ങനെ ഇടണം. ഇതിനു വേണ്ടി ഒരായുസ് കാത്തിരുന്ന പുരോഹിതന്മാർ പരിപാവനമായ ജെറുസലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപപീഠത്തിൽ ധൂപാർച്ചന നടത്താൻ
ഒരായുസ് മുഴുവൻ കാത്തിരുന്ന സക്കറിയയുടെ ഒന്നാമത്തെ സങ്കടം, ദൈവമേ വിരമിക്കാറായി, റിട്ടയർമെന്റ് പ്രായമുണ്ട് യഹൂദ പൗരോഹിത്യത്തിന്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ കാര്യം ചെയ്യാൻ ഭാഗ്യം കിട്ടില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്ന സക്കറിയ. ഒന്നാമത്തെ സങ്കടം. രണ്ടാമത്തെ സങ്കടം, പൗരോഹിത്യം പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് യഹൂദ പൗരോഹിത്യത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല എന്ന് പൗലോസ്ലീഹ അവിടെ പറയുന്നതിന്റെ കാരണം യഹൂദ പൗരോഹിത്യവുമായി തട്ടിച്ചിട്ട് പറയുകയാണ്. യഹൂദ പുരോഹിതൻ അപ്പൻ പുരോഹിതനാണെങ്കിൽ മകനും പുരോഹിതനാകും, അങ്ങനല്ല ക്രിസ്തീയ പൗരോഹിത്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. അപ്പൊ യഹൂദ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, ആ പൗരോഹിത്യം അപ്പനിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സക്കറിയയുടെ രണ്ടാമത്തെ സങ്കടം, അങ്ങനെ ഈ പൗരോഹിത്യം ഒന്ന് കൈമാറി കൊടുക്കാൻ ഒരു മകനുമില്ല. രണ്ട് സങ്കടം. ഒന്ന്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജെറുസലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തുനിന്ന് കാലുകുത്തിയിട്ട് ദൈവത്തിന്റെ പരമപരിശുദ്ധ സന്നിധിയിൽ നിന്ന് ധൂപാർച്ചന നടത്താൻ ഭാഗ്യം കിട്ടാതെ മരിക്കേണ്ടി വരുമല്ലോ എന്ന സങ്കടം. രണ്ട്, തനിക്ക് കിട്ടിയ ആ പൗരോഹിത്യത്തിന്റെ കൃപാവരം തന്റെ മകന് വെച്ചു മാറിക്കൊടുക്കാൻ ഒരു മകനില്ലല്ലോ എന്ന സങ്കടം. അങ്ങനെ ഈ രണ്ട് സങ്കടം തളം കെട്ടി നിന്ന ഒരു വൃദ്ധന് ഒരു ആശ്വാസം പോലെ അയാൾക്ക് നറുക്ക് വീഴുകയാണ്. ജെറുസലേം ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ ഒരു നറുക്ക്. അങ്ങനെ സക്കറിയ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ബേമ, ഇത് നിങ്ങൾക്ക് കാണാമോ? കാണാമെങ്കിൽ ഇത് ധൂപപീഠമായി സങ്കല്പിക്കുക. സക്കറിയ നിൽക്കുന്നത് ഇവിടെയാണ്. സക്കറിയ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. സക്കറിയ ഇവിടെ നിന്ന് ഇവിടെ അടുത്തൊരു പാത്രത്തിലിരിക്കുന്ന കുന്തിരിക്കം എടുത്ത് ഈ കനലിന് മീതെ ഇട്ട് ധൂപം ഇങ്ങനെ ഉയർന്ന് ആ ധൂപത്തിന്റെ പുകപടലങ്ങൾ നിറഞ്ഞ് ഈ അരണ്ട വെളിച്ചത്തിൽ കാഴ്ച മങ്ങി നിൽക്കുന്ന സമയത്ത് തേജസാർന്ന ഒരു രൂപം ഈ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി സക്കറിയായിക്ക് പ്രത്യക്ഷപ്പെട്ടു. ധൂപപീഠത്തിന്റെ മുൻഭാഗത്ത് നിന്ന് ധൂപമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സക്കറിയ ഈ ചുരുളുകൾക്കിടയിൽ ജീവിതത്തിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത തേജസാർന്ന ഒരു രൂപം കണ്ടു. ഗബ്രിയേൽ മാലാഖ സക്കറിയായിക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഖ സക്കറിയായോട് പറയുകയാണ്. വായിക്കാം, 5 മുതലുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. ഉച്ചത്തി വായിക്കണം, എന്നെ കൊണ്ട് വായിപ്പിക്കരുത്, നിങ്ങൾ ഉറക്കെ വായിക്കണം. ഹെരോദേസ് അബിയായുടെ ഗണത്തിൽ അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, ഉറക്കെ വായിക്ക്, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകരിക്കപ്പെട്ട ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു.
യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഇപ്പൊ വ്യക്തമായിട്ട് വരുന്നുണ്ടെല്ലാം. അതായത് ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ദൂതൻ സക്കറിയായോട് പറയുകയാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേലാണ് ഞാൻ, എന്നെ ദൈവം അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ജോലി നൂറ്റാണ്ടുകളായി യഹൂദജനം കൊതിയോടെ പ്രതീക്ഷയോടെ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. കർത്താവിന്റെ ആത്മാവിനാൽ ആപാദചൂടം നിറഞ്ഞ ഒരു അഭിഷിക്തൻ വരും, അവന് വഴിയൊരുക്കുക എന്നതാണ്. നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ നിന്നിലൂടെ ജന്മമെടുക്കാൻ പോകുന്ന യോഹന്നാൻ എന്ന് നീ പേരിടാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ ദൗത്യം. അങ്ങനെ നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇത് ദൂതൻ പറയുമ്പോ സക്കറിയ ചോദിക്കുകയാണ്, ഇത് ഞാൻ എങ്ങനെ അറിയും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കും? രണ്ട് അസാധ്യതകളുണ്ട് എനിക്ക്. ഒന്ന്, ഞാൻ വൃദ്ധനാണ്. രണ്ട്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ്. ഒന്ന്, ഞാൻ വൃദ്ധനാണ്. രണ്ട്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ്. ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൺവെൻഷന്റെ ചിന്താ വിഷയം പരിശുദ്ധാത്മാഭിഷേകമാണ്. പരിശുദ്ധാത്മ അഭിഷേകം നിന്റെ മേൽ വരും, നിന്റെ കുഞ്ഞിന്റെ മേലും വരും. സക്കറിയായുടെ മേലും ആത്മാവ് വരും, സക്കറിയായിക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ മേൽ ആത്മാവ് വരും. ഇത് കർത്താവ് പറയാണ്. ദൂതൻ പറഞ്ഞതിനെ സക്കറിയ അവിശ്വസിച്ചപ്പോൾ ദൂതൻ സക്കറിയയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തു. ഇത് നിറവേറുന്നത് വരെ നീ മൂകനായി തീരും. ഇനി എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചേ. അനേകം ആളുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ജ്വലനം, പരിശുദ്ധാത്മാഭിഷേകം നടക്കാത്തതിന്റെ കാരണം അവിശ്വാസമാണ്. ഇതെനിക്ക് അനേക കൊല്ലങ്ങളായിട്ട് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ഞാൻ പങ്കുവെക്കുകയാണ്. വേറൊന്നുമല്ല, അവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് എന്നിൽ സംഭവിക്കുമോ? സക്കറിയ പറയാണ്, ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനെ, ദൈവം പറഞ്ഞ കാര്യത്തെ അവിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതങ്ങ് വിശ്വസിക്കണം. അതായത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയും, എനിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ഈ കാലഘട്ടത്തിൽ അനേകരുടെ ഹൃദയത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ഇന്നിപ്പത്തെ ഈ മിനിറ്റ് തിരുത്തിക്കോ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല എന്ന് പല ആളുകളും ചിന്തിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഞാൻ പാപിയാണ്, ഞാൻ പോരായ്മയുള്ള ആളാണ്, ഞാൻ കോപിക്കുന്ന ആളാണ്, എനിക്ക് ബലഹീനതകളുണ്ട്, എന്റെ സംസാരത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണ്, എനിക്ക് അസൂയുണ്ട്, അഹങ്കാരമുണ്ട്, ഞാൻ പാപിയാണ്. ഈ പാപിയായ എന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമോ? കേട്ടോ പ്രിയപ്പെട്ട മക്കളെ, അനേകരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പഠിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ചിലര് ഇനി ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ആർക്കും കിട്ടരുതെന്ന് വിചാരിച്ച് അങ്ങനൊക്കെ പ്രബോധിപ്പിച്ചിട്ടുണ്ടാവും. സത്യം നിങ്ങൾ കേട്ടോ, ആരുടെയും വിശുദ്ധ ജീവിതത്തിന് ദൈവം തരുന്ന അവാർഡല്ല പരിശുദ്ധാത്മാവ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആരുടെയും വിശുദ്ധ ജീവിതത്തിന് ദൈവം തരുന്ന പാരിതോഷികമല്ല പരിശുദ്ധാത്മാവ്. മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം തരുന്ന സഹായമാണ് പരിശുദ്ധാത്മാവ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഒന്നാമത്തെ കാര്യം. പഠിക്കുന്നതിനേക്കാൾ വിഷമമാണ് പഠിച്ചത് മായ്ച്ചു കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലേണിങ്ങിനേക്കാൾ ബുദ്ധിമുട്ടാണ് അൺലേണിങ്. അതായത് ഒത്തിരി കാര്യം തലയ്ക്കകത്ത് കയറി കിടപ്പുണ്ട്. എന്താണ്? എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. എന്താ കാര്യം? ഞാൻ കുറവുള്ള ആളാണ്. കുറവുള്ള എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെ കുറവുകളെ കുറിച്ച് നീ പശ്ചാത്തപിക്കുന്നുണ്ടോ? ഉണ്ട്. പാപം ചെയ്യാതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു പാപത്തിൽ വീണുപോയാൽ കണ്ണുനീരോടെ നീ കുമ്പസാരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാ ഒന്ന് കൈയടിച്ച്, ശക്തമായിട്ട് കൈയടിച്ച്. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. നീ പാപത്തെ ന്യായീകരിക്കുന്ന ആളാണോ? അല്ല. പാപം ചെയ്യണമെന്ന് ബോധപൂർവം നനച്ചു നടക്കുന്ന ആളാണോ? അല്ല.
ഒരു പാവത്തി വീണുപോയാൽ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്ന ആളാണോ? അതെ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. വിശുദ്ധ ജീവിതത്തിന് ദൈവം തരുന്ന അവാർഡല്ല പരിശുദ്ധാത്മാവ്. വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം തരുന്ന സഹായമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾക്ക് ഒരാള് ഉത്തേജക മരുന്ന് തരാന്ന് പറയുകയാണ്, നന്നായിട്ട് ഓടാൻ. ഉത്തേജക മരുന്ന് കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ചേച്ചി, ഉത്തേജക മരുന്ന് വേണോ? എന്തിനാണ്? ഓടാൻ. നിങ്ങൾ ഓട്ട മത്സരത്തിൽ 100 മീറ്റർ റിലേ റേസ്, അതിന് നിങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 100 മീറ്റർ ഓട്ടം. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയാണ് ഉത്തേജക മരുന്ന് തരാം, ഉത്തേജക മരുന്ന് തരാന്ന്. അപ്പൊ നിങ്ങൾ പറയാണ് ഓക്കെ, ഉത്തേജക മരുന്ന് തരണം. എപ്പോഴാണ് നിങ്ങൾക്ക് ഉത്തേജക മരുന്ന് വേണ്ടത്? ഈ ഓട്ട മത്സരത്തിൽ നിങ്ങൾ പാടുപെട്ട് ഓടി കഷ്ടപ്പെട്ട് ഓടി ഫിനിഷിംഗ് പോയിന്റിലെത്തി 1ാം സ്ഥാനത്ത് എത്തി കഴിയുമ്പോ ആർക്കെങ്കിലും ഉത്തേജക മരുന്ന് വേണോ? ആർക്കും വേണ്ട. ഉത്തേജക മരുന്ന് വേണ്ടത് ഓടുന്നതിന് മുമ്പാണ്. ഓടാനുള്ള സഹായമാണിത്. ഓടിത്തീരുമ്പോ കിട്ടുന്ന സമ്മാനമല്ലിത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഓടാനുള്ള സഹായം. ക്രിസ്തീയ ജീവിതം സാധ്യമാവണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണോ? പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. തെറ്റുപറ്റിയാൽ തെറ്റേറ്റു പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. പുതിയ നിയമത്തിന്റെ കൽപ്പനകൾ പാലിക്കണമോ? പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനം തുറന്ന് ഹല്ലേലൂയാ. അപ്പോൾ സക്കറിയായ്ക്ക് ഞാൻ കാണിച്ചു തരാം. സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറയും. എപ്പോഴെന്ന് ഞാൻ കാണിച്ചു തരാം. സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് ദൂതൻ പറഞ്ഞ അവസാനത്തെ വരിയും വിശ്വസിച്ച് കഴിയുമ്പോഴാണ് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. ദൂതൻ പറഞ്ഞ അവസാനത്തെ കാര്യം വേഗം എടുത്തേ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലൂക്ക 1:57 മുതൽ വേഗത്തിൽ വായിക്കേ. ലൂക്ക 1:57 മുതൽ വേഗത്തിൽ വായിക്കേ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. ഉറക്കം വായിച്ചേ. 8-ാം ദിവസം അവൾ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവനോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉറക്കെ വായിച്ചേ. തൽക്ഷണം 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 അവന്റെ വാ തുറക്കപ്പെട്ടു, നാവ് തുറക്കപ്പെട്ടു. തൽക്ഷണം അവന്റെ നാവ് തുറക്കപ്പെട്ടു, വാ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 67-ാമത്തെ വാക്യം വായിച്ചേ. 67-ാമത്തെ വാക്യം. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? അവിശ്വാസത്തിന്റെ കെട്ടഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സക്കറിയായുടെ മേൽ നിറഞ്ഞു. അവസാനത്തെ കാര്യവും ദൂതൻ പ്രവചിച്ച അവസാനത്തെ കാര്യവും വിശ്വസിച്ചപ്പോ എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിന് നീ യോഹന്നാൻ എന്ന് പേരിടണം. അവസാനത്തെ ഡീറ്റെയിലും അത് വിശ്വസിച്ച് സക്കറിയ അത് പ്രഖ്യാപിച്ചപ്പോ തൽക്ഷണം അവന്റെ വാ തുറക്കപ്പെട്ടു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ രാത്രിയിൽ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മളിങ്ങനെ വളരെ അടുത്തു പോയി പരിശോധിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒന്നാമതായിട്ട് ദൈവം പറയുന്നു, നമ്മൾ വിശ്വസിക്കണം. എന്താണ് ഞാൻ പറയുന്നത്? നിങ്ങൾ വിശ്വസിച്ചോ? എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഈ വിഷയത്തിൽ സംശയമില്ല. ഞാൻ ഒരുപാട് അവകാശവാദങ്ങളൊന്നും പറയാൻ എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു അവകാശവാദമായിട്ട് എടുത്തു. എനിക്ക് ബോധ്യം വരാത്ത ഒരു കാര്യവും ഇന്ന് വരെ ഒരു സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത്രയും നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതായത് ഇന്ന് വരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഇല്ലാത്ത
ഒരു കാര്യവും ഇന്ന് വരെ കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ മൈക്കിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് അറിയാതെ പറഞ്ഞാണ്, അറിയാതെ ഞാൻ അത്രയും ചിന്തിച്ചിട്ടില്ല, എനിക്കത് വ്യക്തത വന്നിട്ടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഊഹിച്ചതാണ്. അങ്ങനില്ല. 100% ബോധ്യം വരാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. 101 തവണ ബോധ്യമുണ്ട് ഇത് സംഭവിച്ചിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പൊന്നു മക്കളെ, എന്നെ വിശ്വസിക്ക്, പരിശുദ്ധാത്മാഭിഷേകം കെട്ടുകഥയല്ല, അത് സത്യമാണ്. അത് സത്യമാണ്. അതാണ് സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീയും പ്രവചിക്കാൻ തുടങ്ങും, നീ ഒരു പുതിയ മനുഷ്യനായി മാറും. യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ റിസൾട്ടായി, അനന്തരഫലമായി ലോകത്തിന്റെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാവാതെ, ആ കിട്ടിയ പരിശുദ്ധാത്മാഭിഷേകം ജ്വലിപ്പിക്കാനാവാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ ലോകത്തുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 400 കൊല്ലത്തിന് ശേഷം നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നുവെന്ന്, 400 കൊല്ലത്തിന് ശേഷം ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. പഴയ നിയമത്തിലെ ഓരോ താളിലും കണ്ടതുപോലെ ഒരു ദൈവ പ്രവൃത്തി നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നുവെന്ന് ആദ്യമായിട്ട് ദൈവത്തിൽ നിന്ന് വചനം കേട്ടത് ആരാണ്? സക്കറിയായോ എലിസബത്തോ? ആരാണ് ആദ്യം കേട്ടത്? സക്കറിയ. പക്ഷെ ആരാണ് ഈ വീട്ടിൽ ആദ്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്? എലിസബത്ത്. കണ്ടോ വ്യത്യാസം? വ്യത്യാസം മനസ്സിലാവുന്നോ? നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ പഴയ നിയമത്തിന്റെ താളുകളിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ മഹാത്ഭുതം നടക്കാൻ പോകുന്നുവെന്ന് 400 കൊല്ലമായി ദൈവപ്രവൃത്തി ഇല്ലാതെ ആകാശത്തേക്ക് കണ്ണു നട്ടിരുന്നൊരു ജനതയുടെ അവസാനത്തെ പ്രതീകമായ സക്കറിയായുടെ കൺമുമ്പിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ മോനെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവാണെന്ന് പറഞ്ഞ വചനം കേട്ടത് സക്കറിയായാണ്. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടത് സക്കറിയായാണ്. പക്ഷെ പരിശുദ്ധാത്മാവിലാണ് നിറഞ്ഞത് എലിസബത്താണ്. എന്തുകൊണ്ട് സക്കറിയ നിറഞ്ഞില്ല? അവിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശ്വസിക്കണം. ഇത് കർത്താവിൽ വിശ്വസിക്കണം. കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കണം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാൽ രക്ഷപ്പെട്ടു. ഈ പുസ്തകം പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചാൽ രക്ഷപ്പെട്ടു. പിന്നെ ഒരു തിരിഞ്ഞോട്ടമില്ല. ഞാൻ 100% ബോധ്യത്തോടെ പറയുകയാണ്. നാരായം കൊണ്ട് എഴുതിത്തരാം, ചങ്കരെഴുതിത്തരാം, ചോര കൊണ്ട് എഴുതിത്തരാം. അതായത് ഈ പുസ്തകം, ഈ വിശുദ്ധ വേദ പുസ്തകം, ഇത് വിശ്വസിക്കാൻ കൃപ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഈ തിരുവെഴുത്തിൽ പറഞ്ഞതേ നടന്നിട്ടുള്ളൂ, ഇനി നടക്കത്തുള്ളൂ. അതിന് ഒരു സംശയമില്ല. ദൈവം വെളിപ്പെടുത്തിയ പ്രകാരമേ ഭൂമി സഞ്ചരിക്കൂ, പ്രപഞ്ചം മുന്നോട്ട് പോകൂ. ഒരു സംശയമില്ല അതിന് എന്തോരം തെരുവുകളിൽ എന്തോരം യുക്തിവാദികള് ക്രിസ്തീയതയെ പരിഹസിച്ചാലും ബൈബിളിനെ പരിഹസിച്ചാലും, പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറഞ്ഞതുപോലെ ഭൂമി നടക്കൂ. എഴുതപ്പെട്ട വചനത്തിലും തിരുസഭയുടെ പ്രബോധനത്തിലും കർത്താവ് വെളിപ്പെടുത്തുന്നത് പോലെ പ്രപഞ്ചം മുന്നോട്ട് പോവൂ. അതിനൊരു മാറ്റമില്ല. ആരെതിർത്താലും ആരംഗീകരിച്ചില്ലെങ്കിലും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ ഒരു കൃപ കിട്ടണം. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ തരും. അപ്പൊ അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം. സംശയിക്കാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം ഞാൻ അബ്സല്യൂട്ടിസം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചേച്ചിമാരൊന്നും വിഷമിക്കണ്ട. അബ്സല്യൂട്ടിസം എന്ന് പറഞ്ഞാൽ, അതായത് അബ്സല്യൂട്ടിസത്തിന്റെ ഓപ്പോസിറ്റ് എന്തെന്നറിയാമോ? റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ, റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വശത്ത് ബൈബിൾ ഇരിക്കുന്നു, മറുവശത്ത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറഞ്ഞ പ്രശ്നം, അതുകൊണ്ട് ഡിങ്കൻ മതത്തിന്റെ പുസ്തകം ഇരിക്കുന്നു. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഒരു വശത്ത് ബൈബിൾ ഇരിക്കുന്നു, മറുവശത്ത് ഡിങ്കൻ മതത്തിന്റെ മതഗ്രന്ഥം ഇരിക്കുന്നു. ഞാൻ പറയുകയാണ്, എന്താണ് റിലേറ്റിവിസം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുകയാണ്, ഇതിലും സത്യം കാണും, ഡിങ്കൻ മതത്തിന്റെ പുസ്തകത്തിലും സത്യം കാണും എന്ന് പറയുന്നതിന്റെ പേരാണ് റിലേറ്റിവിസം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അബ്സല്യൂട്ടിസം. അബ്സല്യൂട്ടിസം എന്ന് പറഞ്ഞാൽ ഇതിലാണ് സത്യം, വേറെ സത്യം ഉണ്ടാവാം, പക്ഷെ എനിക്ക് ഇതാണ് സത്യം. എനിക്ക് 500 കാര്യത്തിൽ സത്യമില്ല, എനിക്കിത് മാത്രമേ ഉള്ളൂ സത്യം എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം തെറ്റാണോ? അങ്ങനെ ഞാൻ പറയുന്നില്ല.
അബ്സല്യൂട്ടിസം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കിതിലാണ് സത്യം, എനിക്കിതിനപ്പുറത്തൊരു സത്യമില്ല. കാരണം ഈ സത്യത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തത്, ഈ സത്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇനി ഒരു കാലത്ത് മരിക്കേണ്ടി വന്നാൽ ഈ സത്യത്തിന് വേണ്ടിയാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കിതിനെ വളവളാന്ന് പറയാൻ പറ്റില്ല. എനിക്കിതേ ഉള്ളു സത്യം. അതാണ് അബ്സല്യൂട്ടിസം. ഈ കാലഘട്ടത്തിൽ എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് അങ്ങേര് അബ്സല്യൂട്ടിസം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എതിർത്താലും എതിർത്തില്ലേലും സ്വീകരിച്ചാലും എതിർത്താലും ഈ പുസ്തകം എനിക്ക് അബ്സല്യൂട്ടാണ്. അബ്സല്യൂട്ട്. ഞാൻ ഇത് വിശ്വസിക്കുന്നു. ഒരു സമയത്ത് ഇതിനു വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കാനും തയ്യാറാണ്. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് വളവളാന്ന് പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചായരുത്. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അതിനു വേണ്ടി നിൽക്കണം. ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത് അറിയാമോ? ഇതിനകത്ത് സത്യം കാണും, പിന്നെ അതിനകത്ത് സത്യം കാണും, അവിടെയും കാണും, ഇവിടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ എതിർക്കാൻ പാടില്ല, എല്ലാവരെയും മാനിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ സത്യത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഞാൻ എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഈ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ അബ്സല്യൂട്ട് എന്ന് വിളിച്ചാലും അബ്സല്യൂട്ടിസത്തിന്റെ പ്രചാരകൻ എന്ന് വിളിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് സത്യം. ഇതിനകത്ത് പറഞ്ഞത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിന്റെ മേൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വേഗത്തിൽ ഒന്ന് എഴുന്നേറ്റ്. ഞാൻ ചാടി എഴുന്നേൽപ്പിക്കുന്നതിനെന്നറിയാമോ? ഓരോന്നും ദഹിക്കണം. അതിനാണ്. അതായത് നല്ല ഭക്ഷണം കഴിഞ്ഞിട്ട് അപ്പച്ചമാരൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അതങ്ങോട്ടൊന്ന് കുലുക്കി കൊള്ളിക്കുകയാണ്. അതാണ് ഈ എഴുന്നേപ്പ്. അതായത് ഒരു സാധനം പറഞ്ഞാൽ അത് ദഹിക്കണം. അത് ദഹിക്കാനാണ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇങ്ങനെ ഇരുന്നുറങ്ങാനുള്ള സാധ്യത നഷ്ടപ്പെടും. പിന്നെ ഇരുന്ന് കോട്ടുവായൊക്കെ വിടുന്നവർക്ക് ഒരു സമാധാനമാവും. അങ്ങനെയൊക്കെ ഒരു സൗകര്യം കിട്ടും എഴുന്നേൽക്കുന്ന സമയത്ത്. നന്നായിട്ട് പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങൾ നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. അത് ഞാൻ വെറുതെ പറയല്ല, നല്ല മനുഷ്യരാണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്കും ചെല്ലുമ്പോ ആദ്യം പിടികിട്ടുന്നത് ആളുകൾ എങ്ങനെ ഉണ്ടെന്നാണ്. ഒന്നുമല്ല, നിങ്ങൾ ഒരാളോട് പോലും ഞാൻ മിണ്ടിയിട്ടില്ല. മിണ്ടിയതിന്റെ പേരിലല്ല ഈ പറയുന്നത്. മറിച്ച് എന്റെ ഹൃദയത്തിൽ വലിയ സ്നേഹം എനിക്ക് തോന്നി, വലിയ സ്നേഹം. അത് വെറുതെ അല്ല. അതായത് ഇത്രയും പ്രതികൂലങ്ങളുള്ള കാലത്ത് പകലെല്ലാം കഷ്ടപ്പെട്ട് ജോലിക്കെല്ലാം പോയി മടുത്ത് വൈകുന്നേരം നിങ്ങൾ ബൈബിളും പിടിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദാഹത്തോടെ വരുന്നു. കർത്താവിന് വില കൊടുക്കുന്ന മക്കളാണ്. നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവ് നിഷേധിക്കാൻ ദൈവത്തിന് പറ്റില്ല. ആഗ്രഹിക്കുക, ശക്തമായിട്ട് ആഗ്രഹിക്കുക. ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഒത്തിരി രോഗപീഠകളും വേദനകളും എല്ലാം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. ഞാനത് പറഞ്ഞ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്നില്ല, അതിലേക്ക് ശ്രദ്ധ ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്. ഹൃദയം നൊന്ത് ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ കിട്ടണം. ആഗ്രഹിക്കുക. കുടുംബനാഥ, മദ്യപാനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചേട്ടാ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത ദമ്പതികളെ, അനുസരണയില്ലാത്ത മക്കളെ, ആഗ്രഹിക്കുക, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. വിശുദ്ധി പാലിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരാ, ആഗ്രഹിക്കുക, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അതിരം തുറന്ന് 2-3 മിനിറ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എല്ലാ മഹത്വവും ആരാധനയും പുകഴ്ചയും കർത്താവേ അങ്ങേക്ക്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഈ ദേശത്തിന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഈ കുടുംബങ്ങളിൽ ആത്മാവ് ഇറങ്ങി വരണമേ. പിതാവേ, അങ്ങയുടെ വചനം സത്യമാണെന്നും അങ്ങ് മാത്രമാണ് സത്യദൈവമെന്നും അങ്ങ് അനേകം മക്കളെ അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും ഈ ജനം അറിയേണ്ടതിന് അങ്ങ് അവിടുത്തെ ആത്മാവിനെ ഈ ജനത്തിന്റെ മേൽ അയക്കണമേ. ഈ ജനത്തിന്റെ മേൽ അയക്കണമേ. ഈ ദേശത്തിന്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. അതിരം തുറന്ന് ഹൃദയം നൊന്ത് ഉച്ചത്തിൽ വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് വീശണമേ വീണ്ടും പഠിക്ക്. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ
പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. അഭിഷേകത്തിൽ കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാത്തേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. അഭിഷേകത്തിൽ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൽ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ദൈവമേ, ഏകജാതനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ദേശത്തിന്റെ മേൽ അയക്കണമേ. എല്ലാ ഹൃദയങ്ങളും ആത്മാവിനാൽ കത്തിപ്പടരണമേ. എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയണമേ. സക്കറിയായുടെയും എലിസബത്തിന്റെയും കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എല്ലാ ജീവിതങ്ങളുടെ മേലും ആത്മാവ് ഇറങ്ങി വരണമേ. കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 വലതുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇരുന്നെല്ലാരും. അപ്പോൾ സക്കറിയായുടെ വീട്ടിൽ, സക്കറിയായുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 41 വായിച്ചാൽ എലിസബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് വായിക്കുന്നുണ്ട് നമ്മള്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 41, 40, 39 മുതൽ വായിക്കും. ലൂക്ക 1:39 മുതൽ വായിച്ച്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പൊ ഒന്നാമത്തേത് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അത് ഞാൻ പറഞ്ഞു, വ്യക്തമായല്ലോ. രണ്ടാമത്തേത് എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിലെ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉദരത്തിലെ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് വിശ്വാസം, ഒന്ന് അവര് സക്കറിയ അവിശ്വസിച്ചതുപോലെ അവിശ്വസിച്ചില്ല, അവർ ദൈവപ്രവൃത്തിയെ വിശ്വസിച്ചു. ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു. മറിയം വന്ന് പറഞ്ഞ കാര്യങ്ങളും വിശ്വസിച്ചു. മറിയത്തിൽ സംഭവിച്ചതും ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അംഗീകരിച്ചു. ദൈവപ്രവർത്തികളെ മാനിച്ചു. കർത്താവിന്റെ പ്രവൃത്തികളെ നിന്ദിച്ചില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ സുമനസ്സോടെ, നല്ല മനസ്സോടെ സ്വാഗതം ചെയ്തു. അപ്പോൾ ദൈവം അവരിലും പ്രവർത്തിക്കാൻ തുടങ്ങി, എലിസബത്തിലും പ്രവർത്തിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറയുന്നതിനുള്ള തടസ്സങ്ങൾ, ഒരു തടസ്സം, മറ്റൊരു തടസ്സം ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്, അതായത് ഈ ദൈവത്തിന്റെ പ്രവർത്തികളെ നിന്ദിക്കുന്നവരിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ പരിഹസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ അതൊരു തടസ്സമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, സഭയിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. സഭയിലുള്ള കർത്താവിന്റെ ആത്മാവിന്റെ ശക്തമായ ഒരു പ്രവർത്തനമാണ് പൗരോഹിത്യം. അപ്പൊ പൗരോഹിത്യത്തെ ദൂഷിക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. തിരുസഭ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തിയാണ് തിരുസഭ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് സഭ. അപ്പൊ തിരുസഭയെ ദുഷിക്കുന്നത്, തിരുസഭയെ നിന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അവരിൽ അഭിഷേകം വരില്ല. കുമ്പസാരക്കൂട്ടിൽ ഇതൊക്കെ ഏറ്റു പറയണം. മറ്റൊന്ന്, ദൈവിക ശുശ്രൂഷകളെ നിന്ദിക്കരുത്. നമുക്കറിയാൻ പാടില്ല, നമ്മൾ ദൂരെ നോക്കുമ്പോ ചില കാര്യങ്ങള് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷെ അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല എന്ന് പറയാം, അതെല്ലാം പിശാചാണ് എന്ന് പറയാൻ പാടില്ല. ഒരു സഭയെയും ദുഷിക്കാൻ പാടില്ല.
ഒരു സഭയും ദുഷിച്ച് അവരെല്ലാം പിശാചിനെ കൊണ്ടാണ് എന്ന് പറയരുത്. നമുക്കറിയില്ല. അപ്പൊ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നിന്ദിക്കരുത്. എലിസബത്ത് എന്ത് ചെയ്തു? എലിസബത്തിൽ ഒരു ദൈവ പ്രവൃത്തി നടന്നു. ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. വന്ധ്യയായിരുന്ന എലിസബത്തിന്റെ ഉദരത്തിൽ ജീവന്റെ നാമ്പ് മുളപൊട്ടിയിട്ടുണ്ട്. ജീവന്റെ സ്പന്ദനം മിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എലിസബത്തിൽ ഒരു പരിശുദ്ധാത്മ പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പൊ മറിയം വന്നിട്ട് പറയുന്നു, ദൂതൻ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇളയമ്മയ്ക്ക് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞു. എന്റെ ഉദരത്തിൽ ദൈവപുത്രൻ, അത്യുന്നതന്റെ പുത്രൻ വന്ന് പിറക്കുമെന്ന് പറഞ്ഞു. ഉടനെ അതിനെ നിന്ദിക്കാൻ പോയില്ല. എന്നിൽ മാത്രം സംഭവിച്ചതേ ഉള്ളൂ ദൈവപ്രവൃത്തി, വേറെ ആരിലും സംഭവിക്കുന്ന ദൈവപ്രവൃത്തി അല്ല എന്ന് പരിഹസിക്കാൻ പോയില്ല. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലെ തിന്മകളാണ് ഇതൊക്കെ. അതായത് എനിക്ക് കിട്ടിയത് മാത്രമാണ് അഭിഷേകം, വേറെ ആരുടെ അഭിഷേകമല്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. തിരുസഭയിലൂടെ വളർന്നു വന്നിട്ട് സഭയെ നാളെ നിന്ന് നിന്ദിക്കാൻ പാടില്ല. ഇതെല്ലാം പിന്നീട് പറയാം, പിന്നീട് സമയമുണ്ടെ പറയാം. കൃപ മാറും. ഒരിക്കൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നത് 10 ദിവസം കഴിഞ്ഞ് പിശാചിന്നും വരാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന്റെ ഒരു കാരണം, അവൾ വിശ്വസിച്ചു, മറ്റുള്ളവരിൽ നടന്ന ദൈവപ്രവർത്തികളെ അംഗീകരിച്ചു. രണ്ടാമത്തെ കാരണം, പരിശുദ്ധ അമ്മയുടെ അഭിവാദനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ അഭിവാദനം. അവളുടെ നിന്റെ അഭിവാദനം കേട്ടപ്പോ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എന്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചു ചാടി. എന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കാരണം, പരിശുദ്ധ അമ്മയുടെ അഭിവാദനം. ദൈവാത്മാവ് നിറഞ്ഞ, കൃപ നിറഞ്ഞവളെന്നല്ലേ പറഞ്ഞത്. നമ്മള് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ എന്ന് ന്യൂ ടെസ്റ്റമെന്റ് തുടങ്ങുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പരിചയപ്പെടുത്തി തരുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ആ കന്യകാമാതാവ് എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരു അഭിവാദനം നടത്തുമ്പോ, ഇളയമ്മേ ഷാലോം സ്ലോം ലേക്ക് എന്ന് പറയുമ്പോ, ഷാലോം എന്ന് പറയുമ്പോ, പീസ് ബി വിത്ത് യു എന്ന് പറയുമ്പോ, അപ്പോ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഒറ്റയാട്ടി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാഭിഷേകത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പെന്തക്കോസ്തിയിൽ എന്താ സംഭവിച്ചത്? യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും ഒപ്പം കാത്തിരുന്ന 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. മാതാവ് ഉണ്ട് അവിടെ. പാരമ്പര്യം പറയുന്നത് ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയത് പരിശുദ്ധ അമ്മയാണെന്നാണ്. അങ്ങനെ ഒരുമിച്ച് കൂട്ടി അമ്മയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പെന്തക്കുസ്തായുടെ തീനാളങ്ങൾ ഇറങ്ങി വരുന്നത്. എന്റെ പ്രിയ മക്കളെ, ഹൃദയം തുറക്കപ്പെട്ട് ഇത് കേൾക്ക്. അതായത് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് ഒന്നവൾ വിശ്വസിച്ചു, ദൈവപ്രവൃത്തികളെ വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്തു. 2, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ വീട്ടിലുണ്ടായി. അങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. യോഹന്നാന്റെ പ്രത്യേകത, യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വായിച്ചേ, ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ മാലാഖ യോഹന്നാനോട് പറയുകയാണ്, സക്കറിയായോട് പറയുകയാണ്. 15-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത്യാവശ്യം കുടിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ ഉപയോഗിക്കില്ല. കാരണം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഈ കള്ളിനും പരിശുദ്ധാത്മാവിനും ഇംഗ്ലീഷിൽ ഒരേ വാക്കാണ്, സ്പിരിറ്റ്. രണ്ടിന്റെ ഇഫക്റ്റ് ഒന്നാണ്. അതായത് കള്ള് കുടിക്കുമ്പോഴും പാടും, ആത്മാവ് നിറയുമ്പോഴും പാടും. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? കള്ളി ഷാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്? ഗാനാലാപനം പാടില്ല. കാരണം എന്താണ്? ഷാപ്പ് നടത്തുന്നവൻ അറിയാം, കുടിച്ചാൽ ഉടനെ പാട്ട് വരും. ആത്മാവ് നിറഞ്ഞാലോ പാട്ട് വരും. നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? അതിന് ആത്മാവ് നിറഞ്ഞാൽ ഉടനെ പാട്ട് വരും. ദാവീദ് അങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഉടനെ പാടും.
പാടിയപ്പോൾ ഏലീശായുടെ മേൽ ആത്മാവ് വന്നു. അപ്പൊ ഈ പാട്ടും ആത്മാവും ബന്ധമുണ്ട്, പാട്ടും കള്ളും തമ്മിൽ ബന്ധമുണ്ട്. കുടിച്ചിട്ടിങ്ങനെ ഉടുതുണ്ണി തലയെ കെട്ടി പാടിപ്പോയി പോന്നവരെ കണ്ടിട്ടില്ലേ? സ്പിരിറ്റ്, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കില്ല. കാരണം അവന് കുടിക്കണ്ട ആവശ്യമില്ല. കാരണം അവൻ മറ്റൊരു സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മദ്യപാനം ഉപേക്ഷിക്കാനുള്ള ടെക്നിക്ക് ഡി അഡിക്ഷൻ സെന്റർ അല്ല, ധ്യാനങ്ങളല്ല. മദ്യപാനം ഉപേക്ഷിക്കാനുള്ള എളുപ്പ വഴി പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ പിന്നെ കള്ള് വേണ്ടാതാവും. അല്ല നോക്കിയോ ചേച്ചിമാര്, വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും ചേട്ടന്മാര് പറയും മാറ്റടി എന്ന് പറയും. മറ്റേതെന്താണ്, ഇങ്ങോട്ട് താടി എന്നാണ് പറയുന്നത്, ഒഴിക്കടി എന്നാണ് പറയുന്നത്. ഇപ്പൊ നാളെ മുതൽ എന്ത് പറയും? മാറ്റടി എന്ന് പറയും. ഇത് സത്യമാണ്, ഇത് അച്ചോട്ടായിട്ട് സംഭവിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് വേഗത്തിൽ പറയാം. ഒരു പള്ളിയില് ധ്യാനം നടത്തി, എന്റെ ഇടവക പള്ളിയിലാണ്. ഒരു അൽമായ സഹോദരൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഇടവക്കാരൊക്കെ ധ്യാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വികാരി അച്ഛന്റെ ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചേട്ടൻ വീടിയൊക്കെ വലിച്ച് മാവിന്റെ മൂട്ടി നിൽക്കാം. എവിടുന്നോ വന്നൊരു ചേട്ടനാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ പറയാണ്, ഞാൻ ഈ ചേട്ടനുമായിട്ട് ഒരു വാഗ്വാദത്തിൽ, ഒരു തർക്കത്തിൽ ഏർപ്പെട്ട് ഒരു തരത്തിൽ ഈ ചേട്ടനെ പിടിച്ച് 28 കൊല്ലമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. 28 കൊല്ലം ഞാൻ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് ഈ മനുഷ്യനെ ഞാൻ ഒരു തരത്തില് പറഞ്ഞ്, സ്നേഹമൊക്കെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. കുടികാരണ കുടുംബം കുളം തോണ്ടിയ ചേട്ടൻ. എന്നിട്ട് പിന്നെയും പറയാണ് പിന്നെയും കുടിക്കണം. പിടിയും വലിച്ചു നിൽക്കാണ് വെളിയിൽ. അങ്ങനെ കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി സമയമെടുത്തു. ദൈവത്തിന്റെ ആത്മാവ് ഈ മകന്റെ മേൽ നിറഞ്ഞു. പാവമെല്ലാം ഏറ്റു പറഞ്ഞു, വാവിട്ട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. പോന്നേരം ഞാൻ ചോദിച്ചു, ഇനി കുടിക്കുമെന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് നിന്നു. ചേട്ടൻ അറിയാം കുടിച്ചു പോവും. വൈകുന്നേരം അങ്ങോട്ട് ചെന്ന ഉടനെ കുടിക്കും. ആ ചേട്ടൻ അറിയാതെ. ടാക്സി ഡ്രൈവറാണ്, നല്ല തഴമ്പിച്ച കൈയാണ്. ആ കൈ എടുത്ത് എന്റെ കൈയുടെ മേളിലോട്ട് വെച്ചിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഒരു ദിവസം 24 മണിക്കൂർ കുടിക്കാതിരിക്കാവോ? ചേട്ടന് വന്ന സന്തോഷം വർണ്ണനാതീതമാണ്. കാരണം സാധാരണ അച്ഛന്മാര് പറയുന്നത് ഒരിക്കലും കുടിക്കരുതെന്നാണ്. നല്ല അച്ഛൻ ഒരു ദിവസം കുടിക്കരുതെന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു, അച്ഛാ ഈ ഒരു ദിവസം എന്താണ് 24 മണിക്കൂർ, നാളെ കുടിക്കാവോ? ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയും ഉണ്ട്. ഈ ചെറുപ്പക്കാരന്, ഈ മനുഷ്യന് ഓർമ്മ, അതായത് ഇവൻ ഒരു ഒത്ത മനുഷ്യനായി. പിന്നെ ഇന്ന് വരെ മാതാപിതാക്കള് സുബോധത്തോടെ വീട്ടിൽ കയറി വരുന്ന കണ്ടിട്ടില്ല. ഈ മകൻ സുബോധത്തോടെ വീട്ടിൽ കയറി വരുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ജീവിതത്തിൽ അനേക വർഷങ്ങളായി സുബോധത്തോടെ മകനെ കണ്ടിട്ടില്ലാത്ത മാതാപിതാക്കൾ ചേട്ടന്റെ വീട്ടിലുണ്ട്. ഇന്ന് ഈ ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുമ്പോ കുടിക്കാതെ പോകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മാതാപിതാക്കൾക്ക് ഒരു ഭാഗ്യം, ഒരു സുഹൃതം കിട്ടട്ടെ, കുടിക്കാതെ വരുന്ന ഒരു മകനെ കാണാൻ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം മുതൽ ഇന്നലെ വരെ സുബോധത്തോടെ കയറി വരുന്ന ഒരു കെട്ടിയോനെ ആ ഭാര്യ കണ്ടിട്ടില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കാണട്ടെ, ഒറ്റ ദിവസം സുബോധമുള്ള കെട്ടിയോൻ. 2 മക്കളുണ്ട്. കള്ളു പിടിച്ചിട്ട് വന്ന് വീട്ടിൽ ഓരോ സാധനങ്ങൾ അടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും വീടൊരു കുരുതിക്കളമാക്കുകയും ചെയ്യുന്ന അപ്പനെ ആ മക്കള് കണ്ടിട്ടുള്ളൂ. പേടിച്ചും ഭാരപ്പെട്ടും വിഷമിച്ചും ആകുലപ്പെട്ടും നിൽക്കുന്ന ആ മക്കള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടിക്കാതെ കയറി വരുന്നൊരപ്പനെ കാണട്ടെ. കരഞ്ഞു, നല്ലപോലെ കരഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിട്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പിന്നീട് അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടാക്സി ഡ്രൈവറാ, ടാക്സിയിൽ ആളുകളെ കൊണ്ട് പോകുമ്പോ ബാറിലോട്ട് വിടറാന്ന് പറയും. ബാറിലോട്ട് വിടും. നീയും വാടാന്ന് പറയും. കയറി ചെന്നിരിക്കും അവരുടെ കൂടെ. അപ്പോ മദ്യം വാങ്ങിച്ചിട്ട്, വില കൂടിയ മദ്യം വാങ്ങിച്ചിട്ട് കാറെ യാത്ര ചെയ്യുന്ന സമ്പന്നര് നീയും കുടിക്കടാന്ന് പറഞ്ഞ് ഒഴിച്ചിങ്ങനെ മുമ്പിൽ വെച്ചിരിക്കും. അയാള് ഒരു നേർത്ത ചിരിയോടെ അതിനകത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. കൈ നീണ്ടു ചെല്ലില്ല, എടുക്കില്ല, കുടിക്കില്ല. അയാൾ പറയാണ്, എന്താ സംഭവിച്ച ആർക്കറിയാം?
കുടിക്കാൻ തോന്നുന്നില്ല. പരിശുദ്ധാത്മ അഭിഷേകം വന്നാൽ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ വേണ്ടാതാവും. അതുകൊണ്ട് കുടിയന്മാരുടെ തലയിൽ കയറുന്നതിന് പകരം അവര് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. ചേച്ചിമാരെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മദ്യപാനത്തിന്റെ ദുരന്ത ഫലങ്ങൾ വായിക്കുകയോ ക്ലാസ് കേൾക്കുകയോ, പിന്നെ ഞങ്ങൾ ധ്യാനഗുരുക്കന്മാർ ഒട്ടും കുറയാതെ നല്ല കീറുന്നില്ലേ മദ്യപിക്കുന്നവൻ നരകത്തിൽ പോകുന്നു പറഞ്ഞോണ്ട്, അതൊക്കെ കേൾക്കുകയും ചെയ്താലൊന്നും മദ്യപാനം മാറത്തൊന്നുമില്ല. ആത്മാവ് നിറയിട്ട് പിന്നെ നല്ല മുന്തിയ സാധനം ഒഴിച്ചെന്നാലും നീ പറയും ചവറ് മാറ്റടാ, ഓടക്കുഴിന്ന് വല്ലവരും കുടിക്കുവോ നല്ല ബിരിയാണി വിളമ്പി വെച്ചിരിക്കുമ്പം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അപ്പോ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മടുക്കുന്നുണ്ടോ? ഒരു കുടുംബമായിട്ടുള്ളൂ, 10 മണിക്കേ വിടൂ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ പൊക്കോണം. ഇന്നിപ്പോ ഇത് കോംപ്രമൈസ് ഇല്ല, 10 മണിക്കേ വിടൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ യോഹന്നാൻ, നമുക്ക് ആ കുടുംബത്തെ വേഗം അവസാനിപ്പിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ മദ്യപാനം വേഗത്തിലെടുക്ക്. എഫെസോസ് ലേഖനം 5-ാം അധ്യായം എടുക്ക്. മദ്യപാനവും പരിശുദ്ധാത്മാഭിഷേകം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയാൽ മദ്യപാനം മാറും. എഫെസോസ് 5:18 ഉറക്ക വായിക്ക്. എഫെസോസ് 5:18. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. എന്നോട് വായിച്ചേ, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച്, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കള്ളാണോ? വീഞ്ഞു കുടിച്ച് ഉന്മത്തരാവരുത്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ, സങ്കീർത്തനങ്ങളാലും. കണ്ടോ പാട്ട് വരുന്ന കണ്ടോ? കുടിച്ചു കഴിയുമ്പോ പാട്ട് വരുന്ന കണ്ടോ? സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം. കുടിച്ചിട്ട് നല്ല തെറിപ്പാട്ട് പാടുന്ന ചേട്ടന്മാരെ കണ്ടിട്ടില്ലേ? ഭാര്യയെ നല്ല ഈണത്തിൽ തെറി വിളിക്കുന്നത്. അതിന് പകരം പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും ഗാനാലാപനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവൻ. അപ്പൊ എന്താണ് മദ്യപാനം വിട്ടുപോകാനുള്ള വഴി? മദ്യപാനികളെ കാതു തുറന്ന് കേൾക്കുവൻ. മദ്യപാനം വിട്ടുപോകാനുള്ള വഴി പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. ഒന്നുകൂടെ എഴുന്നേക്കണം. അയ്യോ, ഇത് ശല്യമായല്ലോ. എഴുന്നേക്ക്, പ്രാർത്ഥിക്കാം. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിറയും. സ്തുതിച്ച് സ്തുതിച്ച് നമുക്ക് വേഗത്തിലിരിക്കാം. പ്രിയമക്കളെ, കണ്ണടച്ച് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചേ, ദൈവമേ, നല്ല മദ്യം വിളമ്പി മുമ്പിൽ വെച്ചാൽ വേണ്ടാന്ന് പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധാത്മാഭിഷേകം, അതായത് തിന്മയോട് നോ പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധാത്മാഭിഷേകം. അതിനുവേണ്ടി എല്ലാ മക്കളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ ഉച്ചത്തിൽ. ഹല്ലേലൂയ. യേശുവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചങ്കുപൊട്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഉറക്ക വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, വേഗത്തിലിരിക്കും. രണ്ടാമത്തെ കുടുംബം യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും കുടുംബം. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കയറി വരുന്ന 2 വീടുകൾ. രണ്ടാമത്തെ വീട് യോസേപ്പ് പിതാവിന്റെയും മറിയത്തിന്റെയും വീട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടിച്ച് ഒരു 16-18 വയസ്സ് പ്രായമുള്ള ജോസഫ്, അതുപോലെ ഒരു 15 വയസ്സോളം പ്രായമുള്ള പരിശുദ്ധ അമ്മ. ഇവര് കൗമാരക്കാരാണ്. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ.
വിവാഹ നിശ്ചയം കഴിഞ്ഞ് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടാണ് യഹൂദന്റെ കുടുംബ സമ്പ്രദായം അനുസരിച്ച് വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പൊ കല്യാണം നടക്കണമെങ്കിൽ ഇനി മാസങ്ങളോ വർഷങ്ങളോ കഴിയാം. പക്ഷെ ഈ വിവാഹ നിശ്ചയത്തിന്റെ പ്രത്യേകത, വിവാഹ നിശ്ചയം കഴിയുന്നതോടുകൂടി ജോസഫ് മറിയത്തിന്റെ ഭർത്താവായിട്ട് മാറി. ഇങ്ങനെ വിചാരിക്കുക, വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോ ജോസഫ് മരിച്ചു പോയെന്ന് വിചാരിക്കുക, യോസേപ്പ് പിതാവ് മരിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മരണം വരെ പരിശുദ്ധ കന്യകാ മറിയം വിധവ എന്ന പേരിൽ അറിയപ്പെടും. അതായിരുന്നു ആ കാലഘട്ടത്തിലെ വിവാഹ നിശ്ചയത്തിന്റെ പ്രത്യേകത. വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റ കാര്യമുള്ളൂ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഈ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നില്ല, ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടുന്നില്ല, ഒരു കുടുംബജീവിതം നയിക്കുന്നില്ല എന്നൊഴിച്ചാൽ ഇവർ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരാണ്. അവർ ഒരുമിച്ച് വരുന്നില്ലെന്നേ ഉള്ളൂ, അവർ ഒരുമിച്ച് സഹവസിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. പാരമ്പര്യം പറയുന്നതനുസരിച്ച്, സഭയുടെ ആരാധനാ പാരമ്പര്യം പറയുന്നതനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്നാണ് പാരമ്പര്യം പറയുന്നത്. ദേവാലയത്തിലാണ് പരിശുദ്ധ അമ്മ വളർത്തപ്പെട്ടതെന്ന് പറയുന്നു. ഇപ്പൊ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ഈ കൗമാരക്കാരി യൗസേപ്പ് പിതാവുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവളുടെ ഭവനത്തിൽ സക്കറിയായിക്ക് ജെറുസലേം ദേവാലയത്തിന്റെ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷനാവുന്നത്. വേഗത്തിലെടുത്തേ, ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുത്തേക്ക് വരികയാണ്. 25 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്ക്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ, ലൂക്ക 1:26 മുതൽ വായിച്ചേ വേഗത്തിൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെയേറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ശ്രദ്ധിച്ചേ, നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ജനം കാത്തിരുന്ന ആ അഭിഷിക്തൻ, ആ അത്യുന്നതന്റെ പുത്രൻ, ആ രാജാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഒന്നാണ് അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ അത്യുന്നതന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ ജനിക്കാൻ പോവാണ്. അതിന് മകളെ, നിന്നെ ദൈവം കൃപയിൽ നിറച്ച് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാണ് ദൂതൻ വന്ന് പറയുന്നത്. ഈ അഭിവാദനം കേട്ടപ്പോൾ അവൾ വളരെയേറെ അസ്വസ്ഥയായി. ദൂതൻ അവളോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. അവളുടെ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ല, കല്യാണം നടക്കാൻ ഇനി ഇഷ്ടം പോലെ കാലമുണ്ട്. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയുകയാണ്. മറിയം പറയുകയാണ്, ദിസ് ഈസ് അട്ടർ ഇംപോസിബിലിറ്റി, ദിസ് ഈസ് സംതിങ് ഇംപോസിബിൾ. ഇത് നടക്കില്ല, നടക്കില്ല. കാരണം എന്താണ്? നടക്കാത്തതിന്റെ കാരണം അവിശ്വാസമൊന്നുമല്ല, അവിശ്വാസമൊന്നുമല്ല. There is a biological reason. ഇതിന്റെ പിന്നിൽ ഒരു ശരീരപ്രകാരം ഒരു കാരണമുണ്ട്. കാരണം പുരുഷനുമായിട്ട് എനിക്ക് സംയോഗമില്ല. പിന്നെ അങ്ങനെ ഇത് സംഭവിക്കും? ഇവിടെയാണ്, ഇനി വളരെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് കന്യകാജനനം എന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരടിസ്ഥാന ബോധ്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. കന്യകാജനനം ഇത് അടിസ്ഥാനമാണ്, ഫണ്ടമെന്റൽ ഫെയ്ത്തിൽ ഒന്നാണിത്. കന്യകാജനനം, അതായത് കന്യക ഇവനെ പ്രസവിച്ചു, പുരുഷ സമ്പർക്കമില്ലാതെ ഒരു സ്ത്രീ പ്രസവിച്ചു. ഞാൻ എന്റെ വായനയിൽ കണ്ടെത്തിയത് ലോകത്ത് 7 കേസുകൾ പുരുഷനുമായി ബന്ധപ്പെടാതെ സ്ത്രീകൾക്ക്
കുട്ടികളുണ്ടായതിനെ കുറിച്ച് ലോകത്ത് 7 കേസുകൾ ഉണ്ടായതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. 7 പേരുടെ ജീവിതത്തിൽ പുരുഷ സമ്പർക്കം ഇല്ലാതെ കുട്ടികൾ ഉണ്ടായി എന്ന വാർത്ത. ശ്രദ്ധിക്കണം, ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് 2 കേസുകൾ സത്യമാണെന്ന് ഡോക്ടേഴ്സ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചറിഞ്ഞതാണ്. ശ്രദ്ധിക്കണം, ഇത് ഒത്തന്റിക് സോഴ്സിൽ നിന്ന് വായിച്ചറിഞ്ഞാണ് ഞാൻ പറയുന്നത്, വിശ്വസിച്ചോളുക. ഡോക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? 2 കേസിൽ കല്യാണം കഴിക്കാത്ത, പുരുഷ സമ്പർക്കത്തിൽ എത്താത്ത, പുരുഷ ബന്ധമില്ലാത്ത 2 പെൺകുട്ടികൾ കുഞ്ഞിനെ പ്രസവിച്ചു. അസാധ്യതയൊന്നുമല്ലത്, അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവം എന്തെന്നറിയാമോ? ഒരു സ്ത്രീയുടെ അണ്ഡം വിഭജിച്ച്, എങ്ങനെയാണെന്നറിയാൻ പാടില്ല, ഏതോ ശാരീരിക പ്രക്രിയകൾ സംഭവിച്ച് അത് വിഭജിച്ച് അത് ഒരു കുഞ്ഞായിട്ട് വളർന്ന മിനിമം 2 കേസസ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ത്രീയുടെ അണ്ഡം വിഭജിച്ച് ഒരു കുഞ്ഞായി മാറിയാൽ ഈ 2 കേസിലും അത് പെൺകുട്ടികളാണ്, ജനിച്ചത് പെൺകുട്ടികളാണ്. ശാസ്ത്രം അനുസരിച്ച് അത് പെൺകുട്ടികളെ ആവാൻ പറ്റൂ. സ്ത്രീയിൽ നിന്ന്, സ്ത്രീയുടെ മാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ട് ഒരു മെയിൽ ഉണ്ടാവില്ല. അപ്പോ ശാസ്ത്രീയമായി ഇതൊരു ദോഷത്തരമാണ്. എന്ത്? കന്യകാജനനം. കന്യക കുഞ്ഞിനെ പ്രസവിക്കുന്നത് അസാധ്യതയൊന്നുമല്ല. ഒരു പെൺകുട്ടി പുരുഷ സമ്പർക്കം ഇല്ലാതെ ഒരാണിനെ പ്രസവിക്കുന്നത് സയന്റിഫിക്കലി, മെഡിക്കലി ഇംപോസിബിൾ. പക്ഷെ കർത്താവ് പറയുന്നു അങ്ങനെ നടന്നു. കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പിടികിട്ടിയോ? ഞാൻ എന്തിനിത് പറഞ്ഞെന്നറിയാമോ? ഇന്ന് സോഷ്യൽ മീഡിയ കയറിയാൽ ബൈബിളിനെയും ക്രിസ്ത്യാനിറ്റിയെയും ശാസ്ത്രത്തിന്റെ അളവുകോല് വെച്ച് പരിഹസിക്കുന്ന, ബുദ്ധിയുണ്ടെന്ന് സ്വയം ഭാവിക്കുന്ന ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. ക്രിസ്ത്യാനികളിൽ ചിലര്, എനിക്ക് പരിചയമുള്ള എന്റെ ചങ്ങാതിമാര് ചിലര്, അവര് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസമില്ലാത്ത ഒരുത്തൻ പരിഹസിക്കാൻ സാധ്യതയുള്ള അനേക വിഷയങ്ങൾ, അതായത് വിശ്വാസമില്ലാത്ത, എന്നെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മർമ്മപ്രധാനമായി വിശ്വാസിയുടെ ചങ്കിനകത്തുണ്ടാവേണ്ട ബോധ്യങ്ങളാണ്. വിശ്വാസമില്ലാത്ത ഒരുത്തന് പരിഹസിക്കാൻ പറ്റുന്ന 100 കണക്കിന് ആശയങ്ങൾ ബൈബിളിലും ഉണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിലും ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വാസി അത് കണ്ണും പൂട്ടി വിശ്വസിച്ചേ പറ്റൂ. അതിന്റെ പേരാണ് വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പെൺകുട്ടിയിൽ നിന്ന് എങ്ങനെ ഒരു ആൺകുട്ടി ജനിക്കും? പുരുഷ സമ്പർക്കം ഇല്ലാതെ നടക്കില്ല, മെഡിക്കലി ഇമ്പോസിബിൾ. പക്ഷെ എന്റെ കർത്താവ് പറയുന്നു, തിരുവചനം പറയുന്നു, അങ്ങനെ നടന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്തിനാ ഇത് ഇത്രയും പരത്തി പറയുന്നതെന്നറിയാമോ? ഇന്നത്തെ വിശ്വാസ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ബുദ്ധിയുടെ കെട്ടാണ്. ബുദ്ധിയുടെ കെട്ട്. ഈ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവന്റെ മേൽ ആത്മാവ് വരില്ല. എന്ന് എന്താ ഇത്ര ഉറപ്പ്? വരില്ല എന്നുള്ളതിന് എന്റെ ജീവിതമാണ് ഉറപ്പ്. ബുദ്ധി കൊണ്ട് ജീവിച്ച ഒരു കാലത്തും ആത്മാവിന്റെ നിഴലനക്കം 7 അയലത്ത് കാണാൻ ഭാഗ്യം കിട്ടാത്ത ഒരാള് കുറ്റബോധത്തോടെ പറയുന്നു, ബുദ്ധിയുടെ കെട്ടെന്നഴിയുന്നോ അന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത് നീ കാണാൻ തുടങ്ങും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. മാനുഷിക ബുദ്ധിക്കും ശാസ്ത്രത്തിനും വിശദീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കേണ്ടി വരും. അത് വിശ്വസിക്കാൻ പറ്റുന്നവന്റെ മേലെ ഈ നിത്യതയുടെ വെട്ടം വീഴൂ. എല്ലാം തെളിയിക്കണോ പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തിനു ഇത്രയും പറയുന്നറിയാം? അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? അവൻ ഒരിക്കലും വിശ്വാസമില്ലാത്ത ഒരുത്തനോട് വിശ്വാസ വിഷയം പറയുന്നത് എങ്ങനെയാണ്? വിശ്വാസമില്ലാത്ത ഒരുത്തനോട് വിശ്വാസ വിഷയം തെളിയിച്ചു കൊടുക്കുന്ന എങ്ങനെയാണ്? ബുദ്ധിയുടെ കെട്ട് അഴിയണം. ഒരിക്കല് ഈ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് യുക്തിവാദികളോട്, നിരീശ്വര ചിന്തകളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ദൈവം മരിച്ചു എന്ന് പറഞ്ഞൊരു ചിന്തകനുണ്ട്. അയാളുടെ പേരാണ് നീച്ചെ, ഫ്രെഡറിക്
നീച്ചേ, നീഷേ, നീച്ചേ. ദൈവം മരിച്ചു എന്ന് പറഞ്ഞ തത്വചിന്തകനാണ്. ദൈവം മരിച്ചു, ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചു. ദൈവം മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ദൈവം ഇല്ലെന്നല്ല, മറിച്ച് ദൈവം പ്രവർത്തിക്കുന്നില്ല ഈ ഭൂമിയിൽ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വാദഗതി. എന്തോ ആവട്ടെ, നീച്ചെ പറഞ്ഞു ദൈവം മരിച്ചു. അവിശ്വാസി, യുക്തിവാദി, നിരീശ്വര ചിന്തകൻ പറഞ്ഞു ദൈവം മരിച്ചു. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പബ്ലിക് വാളിൽ ആരോ എഴുതി വെച്ചു ഗോഡ് ഈസ് ഡെഡ്. അടിയില് നീച്ചെ ഒപ്പും. ഗോഡ് ഈസ് ഡെഡ് ഒരു വരയിട്ടിട്ട് നീച്ചെ സൈനും ചെയ്തിട്ടുണ്ട്. നാളുകൾ കഴിഞ്ഞു, നീച്ചെ മരിച്ചു. ഒരു വിദ്യാർത്ഥി അതിന്റെ അടിയിൽ എഴുതി നീച്ചെ ഈസ് ഡെഡ്, വരയിട്ടിട്ട് എഴുതി ഗോഡ്, ഒപ്പും. നീച്ചെ മരിച്ചു, ദൈവം. ഞാൻ പറയുന്നത്, ദൈവം ഇല്ലെന്ന് പറയുന്നവൻ ഒരു ദിവസം മരിക്കും, പക്ഷെ ദൈവം നാളെ ഉണ്ടാവും. ദൈവം ഇല്ലെന്ന് പറയുന്നവനും ബൈബിളിനെ പരിഹസിക്കുന്നവനും അമരത്വമൊന്നുമില്ലല്ലോ, ഇമ്മോർട്ടാലിറ്റി ഒന്നും ഇല്ലല്ലോ. നാളെ ഇവൻ മരിക്കത്തില്ലേ? ഇവൻ മരിച്ചാലും ദൈവം ഉണ്ടാവും. 2000 കൊല്ലമായിട്ട് ക്രിസ്തു ഉണ്ട്, ക്രിസ്തു മതമുണ്ട്, സഭയുണ്ട്. 10,000-4000 കൊല്ലമായിട്ട് ഈ ബൈബിളും ഉണ്ട്. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ പലരും മരിച്ചു, പക്ഷെ ഇതിപ്പോഴും നിലനിൽക്കുകയാണ്. വിശ്വാസികൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ്. ദൈവം ഇല്ലെന്നും യേശു ജനിച്ചിട്ടില്ലെന്നും യേശു ഒരു കഥാപാത്രമാണെന്നും കെട്ടുകഥയാണെന്നും ക്രിസ്തീയത ഒരു ബ്ലണ്ടറാണെന്നും പറയുന്നവൻ മരിക്കും. ഈ കുരിശ് ഇവിടെ ഉയർന്നു നിൽക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുന്നവൻ നാളെ മരിക്കും, പക്ഷെ കർത്താവ് ഇവിടെ തന്നെ ഉണ്ടാവും, തിരുസഭ ഉണ്ടാവും. ക്രിസ്തു ജനിച്ചിട്ടില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നിട്ട് എല്ലാവരും കേട്ട് കൈയടിക്കുകയാണ്. സോഷ്യൽ മീഡിയ കയറിയാൽ മതി. എടാ, നീ മരിക്കും, പറയുന്നവനും മരിക്കും, ഇത് അറേഞ്ച് ചെയ്തവനും മരിക്കും, ഇത് കേട്ട് കൈയടിച്ചവനും മരിക്കും. പക്ഷെ കർത്താവ് ഇവിടെ ഉണ്ടാവും, സഭ ഇവിടെ ഉണ്ടാവും, പൗരോഹിത്യം ഇവിടെ ഉണ്ടാവും. നിത്യതയുള്ള കാലത്തോളം ദൈവമക്കളും ഉണ്ടാവും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിൽ ഉണ്ട്. അതിന്റെ പേരാണ് വിശ്വാസം. 72 മണിക്കൂർ ചന്ദ്രോപരിതലത്തിൽ ഒഴുകി നടന്ന ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിച്ച ഒരു മനുഷ്യന്റെ പേരാണ് ചാൾസ് ഡ്യൂക്ക്. ഈ മനുഷ്യൻ ഈ ചാന്ദ്രയാനം കഴിഞ്ഞ് മടങ്ങിയെത്തി, അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയപ്പോ ഹോളിവുഡ് താരങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ആരാധനാ പരിവേഷം ഇയാൾക്ക് കിട്ടി. ആളുകൾ ഓടിക്കൂടുകയാണ് എല്ലായിടത്തും. അങ്ങനെ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിന്റെ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായിട്ട് അയാൾക്ക് സ്വയം തോന്നാൻ തുടങ്ങി. ജീവിതം എന്തോ ഭേദപ്പെട്ടതാണെന്ന് തോന്നി. മാസങ്ങൾ കഴിയുമ്പോൾ വേദനയോടെ ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യൻ വളരെ വേദനയോടെ, ചാൾസ് ഡ്യൂക്ക് എന്ന ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം വഴിയാധാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ 3 തവണ ആത്മഹത്യക്കൊരുങ്ങി. വിവാഹമോചനത്തിന്റെ വഴുക്കുന്ന വരമ്പിലൂടെ ദാമ്പത്യം ഇടറി നീങ്ങുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒന്ന് ചിരിച്ചിട്ട് ദിവസങ്ങളായി. കൂട്ടുകാരനോട് ഒരിക്കൽ സങ്കടത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ജീവിതത്തിന്റെ പരിതാപാവസ്ഥ തുറന്നു പറഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, ദേ ഇന്ന് സന്ധ്യയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ സുവിശേഷം പറയുന്നുണ്ട്, ഒരു ഓഡിറ്റോറിയത്തിൽ വരാമെന്ന് ചോദിച്ചു. വിളിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ അമേരിക്കക്കാരൻ സുവിശേഷം എന്താന്ന് കേട്ടു. റോമർ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം യഹൂദനോ ഗ്രീക്കുകാരനോ ആവട്ടെ, വിശ്വസിക്കുന്ന ഏവനും സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. പവറാണ് ഇത് ദൈവശക്തിയാണ്. അപ്പൊ ഈ ദൈവശക്തിയാണ് സുവിശേഷത്തിൽ ഒരു മനുഷ്യന്റെ മേൽ വന്ന് നിറയുന്നത് സുവിശേഷം കേൾക്കുമ്പോ. അപ്പൊ ഈ മനുഷ്യൻ ചാൾസ് കൂപ്പർ ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പിൻനിരയിലിരുന്ന്, അയാളെ അറിയാവുന്ന ആയിരക്കണക്കിന് ആളുകൾ ഓഡിറ്റോറിയത്തിലുണ്ട്, അവരുടെ ആരുടെയും കണ്ണിപ്പെടാതെ ഏറ്റവും പിൻനിരയിലിരുന്ന് അയാൾ സുവിശേഷം കേട്ടു. യേശു ക്രിസ്തു നിന്നെ ദൈവത്തോളം ഉയർത്താൻ കുരിശിൽ മരിച്ചെന്നും നിന്റെ പാവം ഏറ്റെടുത്തെന്നും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുമെന്നും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത നിലവാരത്തിലേക്ക് നിനക്ക് ഉയരാൻ സുവിശേഷം സഹായിക്കുമെന്നും
നിനക്ക് സമാധാനം ദൈവം തരുമെന്നും ലോകത്തെ നോക്കിയല്ല നീ ജീവിക്കേണ്ടതെന്നും സുവിശേഷകൻ പറഞ്ഞത് കേട്ട് തോരാത്ത കണ്ണുനീരുമായി അയാൾ സുവിശേഷം കേട്ടിരുന്നപ്പോ അയാളുടെ ഹൃദയത്തിൽ ഒരു കാര്യം അയാൾ തിരിച്ചറിഞ്ഞു. അവസാനം ഈ സുവിശേഷ സന്ധ്യയുടെ അവസാനം ആ സുവിശേഷകൻ മൈക്കിലൂടെ പറഞ്ഞു, ഇന്ന് ജീവിതത്തിൽ ആദ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പറഞ്ഞു. മുന്നോട്ട് വന്ന് യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഈ ചാൾസ് ഭാര്യയെ നോക്കി, കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. എഴുന്നേറ്റ് പോകാമെന്ന് അവർ തീരുമാനിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആരാധകരുടെ മധ്യത്തിലൂടെ ചാൾസ് ഡ്യൂക്ക് എന്ന അക്കാലത്തിലെ പ്രഗത്ഭനായ പ്രശസ്തനായ വ്യക്തി ഭാര്യയുടെ കൈയും പിടിച്ച് ഓഡിറ്റോറിയത്തിന്റെ മുൻനിരയിലേക്ക് ചെന്ന് ആ സ്റ്റേജിന്റെ അടുത്തേക്ക് ചെന്ന് ഈ സുവിശേഷകൻ നീട്ടിക്കൊടുത്ത മൈക്കിലൂടെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ചാൾസ് ഡ്യൂക്ക് എന്ന ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഈ മനുഷ്യൻ ഒരു വരി എഴുതിയിട്ടുണ്ട്. അയാൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരു വരി അതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അയാൾ എഴുതിയത് ഇങ്ങനെയാണ്: ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരം, യാത്ര ചെയ്തെത്താൻ ഏറ്റവും പ്രയാസമേറിയ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദൂരം, യാത്ര ചെയ്തെത്താൻ ഏറ്റവും ബദ്ധപ്പാടേറിയ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം അല്ല. യാത്ര ചെയ്തെത്താൻ ഏറ്റവും പ്രയാസമേറിയ ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം അല്ല. അയാൾ എഴുതുകയാണ്, ഒരാളുടെ ബുദ്ധിയിൽ നിന്ന് അയാളുടെ ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്, ഒരാളുടെ തലയിൽ നിന്ന് അയാളുടെ ചങ്കിലേക്കുള്ള ദൂരമാണ്. അയാൾ എഴുതുകയാണ്, ഇത്രയും കാലം ബുദ്ധി കൊണ്ട് ജീവിച്ച എനിക്ക് ആ ബുദ്ധിയുടെ കെട്ടഴിച്ച് ഹൃദയത്തിലേക്ക് ഇറങ്ങാനുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം. ഇത് കടക്കണം. പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ മക്കളെ എനിക്ക് പറയാനുള്ളത്, ബുദ്ധിയുടെ കെട്ട് അഴിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, അതരം തുറന്ന് ഹല്ലേലൂയാ, ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഈശോ മിശിഹ കന്യകാ ജനനം അത് ഞാൻ പറഞ്ഞു. ഇനി ഈശോയുടെ 12 വയസ്സുകളിലെ ജീവിതം ഒറ്റ വാക്യമുള്ളൂ ബൈബിളിൽ. 1 വയസ്സ് മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് രൂപം കൊണ്ട് കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണ് പിന്നെ ഈജിപ്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പലായനം ചെയ്ത് 1 വയസ്സൊന്ന് കൂട്ടിക്കും. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള യേശുവിന്റെ ജീവിതം ഒരൊറ്റ വാക്യമുള്ളൂ ബൈബിളിൽ. വായിച്ചു. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. ലൂക്ക 2:40 വേഗത്തിൽ വായിക്കാം. ലൂക്ക 2:40. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. 12 കൊല്ലം തീർന്നു. ഒറ്റ വാക്യം. ഇനി 12 മുതൽ 30 വയസ്സ് വരെ അടുത്ത വാക്യം വേഗത്തിൽ വായിച്ചു. ലൂക്ക 2:52. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും. 51 മുതൽ വായിച്ചു. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങൾ ഹൃദയത്തെ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇത്രേ ഉള്ളൂ. 1 മുതൽ 12 വയസ്സ് വരെ ഒരു വാക്യം, 12 മുതൽ 30 വരെ ഒരു വാക്യം. 2 വാക്യങ്ങൾ. അനേകം കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട് യേശുവിന്റെ 30 വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതത്തെ കുറിച്ച്. ഈശോ ഇംഗ്ലണ്ടിൽ പോയെന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആ സമയത്ത് യേശു കാശ്മീരിൽ വന്നെന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇന്ത്യയിൽ വന്ന് വേദഗ്രന്ഥങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഉയർപ്പിന് ശേഷം ഈശോ ഇന്ത്യയിൽ വന്ന് കാശ്മീരിൽ കബറടങ്ങി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ലോകത്ത് അനേകം ഭാവനാവിലാസമുള്ള മനുഷ്യരുടെ ഭാവനയ്ക്ക് ചിറക് വിരിക്കാൻ പറ്റിയ ഒരു കാലമാണ് യേശുവിന്റെ 1 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യാഥാർത്ഥ്യം. വിശ്വാസികൾക്ക് ഇതൊന്നും അല്ല പ്രമാണം, മറിച്ച് വിശ്വാസികൾക്ക് 2 വാക്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ശിശു വളർന്നു, ശക്തനായി, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എന്നെ ശ്രദ്ധിക്കുക. യേശുവിന്റെ 1 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ നോക്കും. ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഈശോ എന്താണ് അന്ന് സംഭവിച്ചത്? പ്രിയപ്പെട്ട മക്കളെ, അന്ന് സംഭവിച്ചെന്തെന്നറിയാമോ? ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെ അവൻ വളർന്നു വന്നു.
ശാരീരിക വളർച്ച, മാനസിക വളർച്ച, സാമൂഹിക വളർച്ച, ആത്മീയ വളർച്ച, ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ഇത് നടന്നു. 30 കൊല്ലത്തെ കുറിച്ച് എന്തുകൊണ്ട് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ടൊന്നും തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടില്ല? ഒത്തിരി പേരുടെ സംശയമല്ലേ? വേഗത്തിൽ കേട്ടോ, അസാധാരണമായിട്ട് പറയാൻ ഒന്നുമില്ല. അസാധാരണമായിട്ട് പറയാൻ ഒന്നുമില്ല. തെറ്റിദ്ധാരണ ഒന്നും വേണ്ട, ആർക്കും വിഷമമൊന്നും വേണ്ട. അസാധാരണമായിട്ട് പറയാൻ ഒന്നുമില്ല. ഒരു മകൻ എങ്ങനെ മാതാപിതാക്കളെ അനുസരിച്ച് വളർന്നു വരുമോ അതുപോലെ വളർന്നു. ഒരു മകൻ എങ്ങനെ അമ്മയുടെ മടിയിലിരിക്കുമോ അതുപോലെ മടിയിലിരുന്നു. ഒരപ്പന്റെ കവിളിൽ കെട്ടിപ്പിടിച്ച്, കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കവിളിൽ എങ്ങനെ ഉമ്മ കൊടുത്ത് അപ്പനെ സ്നേഹിക്കുമോ അതുപോലെ സ്നേഹിച്ചു. അമ്മയ്ക്ക് ഒരു കുട്ടി എങ്ങനെ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കും അതുപോലെ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കും. കൗമാരക്കാരനായപ്പോ അപ്പനെ സഹായിക്കാൻ, അമ്മയെ സഹായിക്കാൻ എങ്ങനെ ഒരു കുട്ടി അതുപോലെ ചെയ്തു. പഠിക്കാനുള്ള സമയത്ത് പഠിച്ചു, അറിയാനുള്ള സമയത്ത് അറിഞ്ഞു, പ്രാർത്ഥിക്കാനുള്ള സമയത്ത് പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ പോകേണ്ട സമയത്ത് ദേവാലയത്തിൽ പോയി, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തു. 12 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ അപ്പനെ സഹായിച്ചു, മരപ്പണി പഠിച്ചു, നല്ല കട്ടിലും കസേര ഉണ്ടാക്കി. ക്രിസ്തീയത എന്ന് പറയുന്നത് ആകാശത്തിന്റെ അനധി വിദൂരതയിൽ എവിടെയോ പൊട്ടിക്കിളിച്ച ഒരു അപ്പ് ഇൻ ദ എയർ റിലിജൻ അല്ല. ഇത് സാധാരണ മനുഷ്യന്റെ സാധാരണ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒരു മതമാണ്. ഒരു സാധാരണക്കാരനെ പോലെ 30 കൊല്ലം ജീവിച്ചവനെയാണ് ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് സാധാരണ നോർമൽ ഹ്യൂമൻ ബീങ്, വേറൊന്നുമില്ല. തൃപ്തിയായോ? ആയോ? ആയെങ്കിൽ അവൻ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. പരസ്യ ജീവിതം മടുത്തോ നിങ്ങള്? ഞാൻ ഇപ്പോഴേ നിർത്തില്ല. മടുത്തെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ പോകണം, ബസ് പോവും, അങ്ങനെ കൊണ്ടേ പൊക്കോണം. എന്നെ നോക്കിയിരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ നോക്കി നിൽക്കരുത്. ഏത് സമയത്ത് ആർക്ക് എവിടുന്ന് വേണേലും പോവാം. കാരണം ഇപ്പൊ 8:45. ഞാൻ ഇത് ഉടനെ എങ്ങും നിർത്തില്ല. നിർത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പോണേ പോവാം, നേരത്തെ പോണേ പോവാം, ഇറങ്ങി പോണേ പോവാം, കൂവണേ കൂവാം. എന്റെ കാര്യം ഞാൻ ഉടനെ ഇത് നിർത്തില്ല. ഇനി 2 ദിവസമേ ഉള്ളൂ, എനിക്കിത് തീർക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വേഗത്തിൽ നമ്മൾ പോവാണ്. ഇനി യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ 2 കുടുംബങ്ങളെ പരിചയപ്പെട്ടു. നമ്മൾ എത്തിയ വഴി ഓർക്കണം. 400 കൊല്ലത്തെ കാത്തിരിപ്പ്. 400 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് ഒരു കുടുംബത്തിൽ ഇറങ്ങി വരികയാണ്. 2 കുടുംബങ്ങളിൽ, സക്കറിയ എലിസബത്തിന്റെ കുടുംബം, അവർ പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞു. സക്കറിയ, എലിസബത്ത്, യോഹന്നാൻ പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ, അടുത്ത കുടുംബം, പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്. സമയമില്ലാത്തതുകൊണ്ടാണ് യോസേപ്പ് പിതാവിനെ കുറിച്ച് ഒരു ദിവസം മുഴുവൻ പറയാനുള്ള കാര്യങ്ങളുണ്ട്. പാവം മനുഷ്യൻ, ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇപ്പൊ തൽക്കാലം ആ വിഷയമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് വിടാം. അപ്പോ യോസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ, ഇവരെല്ലാം ആത്മാവ് നിറഞ്ഞവരാണ്. ഈശോ മിശിഹ. 2 കുടുംബമായി. ഇനി 2 കുടുംബത്തിലെ 2 മക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അതാണ് അടുത്തത്. 2 ഫാമിലിയായി. ഇനി ഈ ഫാമിലിയെ നമ്മളൊന്ന് റിലേറ്റ് ചെയ്യാൻ പോവാണ്. മാതാപിതാക്കൾ തമ്മിൽ കണ്ടുമുട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ അമ്മയും എലിസബത്തും കണ്ടുമുട്ടി. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഈ മക്കള് കണ്ടുമുട്ടുകയാണ്. യേശുവിന് 30 വയസ്സായി. യോഹന്നാന്റെ പ്രായം അറിയാൻ പാടില്ല. ഏതാണ്ട് അതേ പ്രായമായിരിക്കണം അല്ലേ? ഏതാണ്ട് 30 വയസ്സ്, അങ്ങനെ കൂട്ടിക്കോ. അപ്പോ ഇവര് തമ്മിൽ സമപ്രായക്കാരായ കസിൻസ്, ബന്ധുക്കൾ. ഇവര് തമ്മിൽ അധികം കണ്ടിട്ടില്ല. കാരണം എന്താണ്? ചെറുപ്പം മുതലേ യോഹന്നാൻ ഒരു വിചിത്ര ജന്മമായിരുന്നു. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കാത്ത, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് ജീവിച്ച, മരുഭൂമിയിൽ പോയി ഒറ്റപ്പെട്ട് കഴിഞ്ഞ, ഒരു താപസന്റെ ജീവിതം നയിച്ച, സമൂഹത്തിൽ നിന്ന് മാറി നടന്ന, മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചു നടന്ന വിചിത്രനായ യേശുവിന്റെ കസിൻ. ഈശോ യോഹന്നാനെ കണ്ടിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം യേശു കേൾക്കുകയാണ്, തന്റെ കസിനായ യോഹന്നാൻ ജോർദാനിലെ നദീജലത്തിനരികെ ആളുകൾക്ക് അനുതാപത്തിന്റെ സുവിശേഷ, അനുതാപത്തിന്റെ ദൈവസ്വരം പകർന്നു കൊടുത്തിട്ട് ആളുകളെ, പാപികളെ സ്നാനപ്പെടുത്തുകയാണ്.
ഈശോ ഇത് കേട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, എഫേസോസിലെ ആളുകൾ സ്വീകരിച്ചത് യോഹന്നാന്റെ സ്നാനമാണ്. യോഹന്നാന്റെ സ്നാനവും യേശുവിന്റെ സ്നാനവും വ്യത്യാസമുണ്ട്. യോഹന്നാന്റെ സ്നാനം പാപികളെ, പാപം ചെയ്ത് നശിച്ച് മതത്തിൽ നിന്ന് അകന്നു പോയവരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുതാപത്തിന്റെ സ്നാനമാണ് യോഹന്നാൻ നടത്തിക്കൊണ്ടിരുന്നത്. ജോർദാൻ സമതലത്തിൽ തന്റെ കസിനായ യോഹന്നാൻ ആളുകൾക്ക് സ്നാനം കൊടുത്തോണ്ടിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞു. യേശുവിന് പ്രായം 30. ഈശോ തിരിച്ചറിഞ്ഞു പരസ്യ ജീവിതം ആരംഭിക്കാൻ സമയമായി. അപ്പോൾ ഈശോ മിശിഹ യേശു ക്രിസ്തു സ്നാപ യോഹന്നാന്റെ അടുത്തേക്ക് പോവുകയാണ്. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവൻ ജെറുസലേമിനടുത്ത്, അവൻ ജോർദാൻ സമതലത്തിൽ, ജോർദാൻ നദിയുടെ അടുത്ത്, ആ നദിയിൽ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ്. ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനോട് പറയുകയാണ്. വേഗത്തിൽ നിങ്ങൾ എടുത്ത് വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. മർക്കോസ് 1:9. മർക്കോസ് 1:9. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. കേട്ടെ, ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ വരുമ്പോ ലൂക്കാസ് വിശേഷത്തിൽ കുറച്ചുകൂടെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെ സ്നാനപ്പെടുത്തുകയാണ് വേണ്ടത്. കാരണം നീ എന്നെക്കാൾ വലിയവനാണ്. ഞാൻ നിന്റെ വഴിയൊരുക്കാനാണ് വന്നത്. അപ്പോൾ ഈശോ പറയാണ്, ഇപ്പൊ ഇത് സമ്മതിക്കും. പാപികളിൽ ഒരുവനെ പോലെ എണ്ണപ്പെട്ട് എളിമപ്പെട്ട് അനുസരിച്ച് തന്നെ താഴ്ത്തി യേശു ജോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല, കേട്ടാ മതി. ജോർദാനിലെ വെള്ളത്തിൽ സ്നാപകൻ യേശുവിനെ മുക്കി സ്നാനപ്പെടുത്തി. യേശു എഴുന്നേറ്റു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിയിട്ട് അവിടുന്ന് എഴുന്നേറ്റ് കരയ്ക്കോട്ട് കയറുമ്പോ യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. യോഹന്നാനും കണ്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരും, നന്നായിട്ട് ശ്രദ്ധിക്കണം. സംശയം എന്താണ്? ഈശോയിൽ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ഇല്ലേ? അതായത് 30 വയസ്സായപ്പോഴാണോ ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത്? ഇത് വിശദീകരിക്കുന്നത് ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. യേശുവിന്റെ ജീവിതം മുഴുവൻ എടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകള്, ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകള്, കുറെ ആളുകളെ കൂട്ടിയിട്ട് ബൈബിളിൽ നിന്ന് ഓരോ പാസേജ് എടുത്തിട്ട് പരിഹസിക്കുന്ന പരിപാടികള് കേരളത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇവൻ ദൈവമല്ലേ, ഇവൻ എന്തിനാണ് യോഹന്നാന്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിക്കുന്നത്? ഇവൻ ദൈവമല്ലേ, അവന് വിശന്നോ, അവൻ ക്ഷീണിച്ചോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാതെ ക്രിസ്തീയതയെ ചർച്ച ചെയ്യാൻ വരരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി മാറി, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയാണ് മനുഷ്യാവതാര കാലത്ത് അവൻ തന്നെ താഴ്ത്തി നിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ എല്ലാ പരിമിതിയും യേശുവിൽ ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം പറയുന്നു, പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും നമ്മെ പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. യേശു ദൈവമാണ്. പക്ഷെ ആ ദൈവം മനുഷ്യനായി മാറുമ്പോ അവൻ പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണിത്.
അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവനിലെ ദൈവത്വം മറഞ്ഞു നിൽക്കുകയാണ്. അവനിലെ മനുഷ്യത്വമാണ് ഇപ്പോൾ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും, ഒരു മനുഷ്യനുള്ള സകല പ്രശ്നങ്ങളും യേശുവിനുണ്ടായിരുന്നു. പാപം ചെയ്തിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ വേവലാതികളും അവൻ ക്ഷീണിച്ചിട്ടുണ്ട്, വേർത്തിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, മടുത്തിട്ടുണ്ട്, വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്, ഏങ്ങി കരഞ്ഞിട്ടുണ്ട്, മുട്ടയിൽ നിന്നും മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ആവലാതിപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പറക്കിയെടുത്തിട്ട് അയ്യോ ദൈവമല്ലേ, കരയുന്ന കണ്ടില്ലേ, ദൈവമല്ലേ, കുളിക്കുന്ന കണ്ടില്ലേ, ദൈവമല്ലേ, തുണി നനയ്ക്കുന്ന കണ്ടില്ലേ എന്ന് പറയരുത്. ഇത് മനസ്സിലാക്കണം, അവൻ മനുഷ്യനാണ്. മനുഷ്യാവതാര കാലത്ത് യേശു പൂർണ്ണ മനുഷ്യനാണ്. ഇനി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടുമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. യേശു ദൈവത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി ഇന്ന് സ്വർഗത്തിൽ ദൈവപിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലായിരിക്കണം. ദൈവത്വത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്വത്തിൽ ഒരു മനുഷ്യനുണ്ട്, മനുഷ്യനായ യേശു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന ആ യാഥാർത്ഥ്യത്തിൽ ഒരു മനുഷ്യനുണ്ട്, രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യൻ. യേശുക്രിസ്തു മനുഷ്യനല്ലാതായി മാറിയിട്ടില്ല. ഉത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോഴും യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഇപ്പോൾ യേശുവിന് അന്നുണ്ടായിരുന്ന മാനുഷിക പരിമിതി ഇല്ലെന്നേ ഉള്ളൂ. അവന്റെ ശരീരം രൂപാന്തരപ്പെട്ട ശരീരമാണ്, ഉയർപ്പിക്കപ്പെട്ട ശരീരമാണ്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് യേശുവിന്റെ ഉത്ഥാനം കെട്ടുകഥയോ എന്ന് പറഞ്ഞൊരു ടോക്ക് കിടപ്പുണ്ട്, അത് കേക്ക്. ചെത്തി പറ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഓട്ടെ, ശ്രദ്ധിക്കുക, ഈശോ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ മനുഷ്യനെന്ന നിലയിൽ അവൻ തന്നെ താഴ്ത്തി. ദൈവമാണെന്നുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ദൈവമാണ്, പക്ഷെ മനുഷ്യരെ രക്ഷിക്കാൻ അവൻ മനുഷ്യനായിട്ട് മാറി, പൂർണ്ണ മനുഷ്യനായിട്ട് മാറി. കുറച്ച് മനുഷ്യനല്ല, മനുഷ്യന്റെ ആകൃതി മാത്രമല്ല, പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ പൂർണ്ണ മനുഷ്യനായിട്ട് മാറി യേശു പാപികളിൽ ഒരുവനായി എണ്ണപ്പെടുന്നതിന് വേണ്ടി യോഹന്നാന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന് അടുത്ത കാര്യം, എളിമപ്പെടാതെ, താഴാതെ, തലകുനിക്കാതെ, അനുസരിക്കാതെ പരിശുദ്ധാത്മാഭിഷേകം സംഭവിക്കില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നേരമില്ല എങ്കിലും വേഗത്തിൽ പറയാം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള മക്കള് ഒരു കാര്യം സ്വയം ചോദിക്കണം. എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവ്? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും സ്വയം ചോദിക്കണം, എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവ്? എനിക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ആളാണെന്ന് കാണിക്കാനാണോ? മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ എനിക്ക് ചെകഞ്ഞെടുത്തിട്ട് അവരെക്കാൾ വലിയ ആളാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സ്വയം കാണാനാണോ? അതോ ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമാണോ? അതോ കർത്താവിന്റെ കൽപ്പന പാലിക്കാനാണോ? യേശുവിനോടുള്ള സ്നേഹത്തിൽ വളരാനാണോ? ഇതും ചിന്തിക്കണം. ചില ആളുകൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ അഹങ്കാരികളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. താഴാതെ, എളിമപ്പെടാതെ, തോൽക്കാതെ, പഞ്ചപുച്ഛമടക്കി തന്റെ കസിനായ യോഹന്നാന്റെ മുമ്പിൽ തലകുനിച്ച് ഇപ്പൊ ഇത് സമ്മതിക്കുക, ഇപ്പൊ എന്നെ സ്നാനപ്പെടുത്ത്. എനിക്കറിയാം ഇത് പാപികൾ സ്വീകരിക്കുന്ന സ്നാനമാണ്. എനിക്കറിയാം എന്നിൽ പാപമില്ല, ഞാൻ കളങ്കരഹിതനാണ്, കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ നിർമ്മല രക്തമാണ് എന്റെ രക്തം. ഈശോയ്ക്ക് അറിയാം, യോഹന്നാൻ അതറിയാം. യോഹന്നാനോട് ഈശോ പറയാണ്, ഇപ്പൊ ഇത് സമ്മതിക്ക്, എന്നെ സ്നാനപ്പെടുത്ത്. 1 പത്രോസ് 5:5 വായിക്കണ്ട, കേട്ടാ മതി. കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആ പ്രാർത്ഥനയിൽ, ആ മാഗ്നിഫിക്കാത്തിൽ അമ്മ പറയുന്നില്ലേ, അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ വാർത്തു. അവൻ അഹങ്കാരികളെ ചിതറിച്ചു കളഞ്ഞോണം, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി
എളിമയുള്ളവരെ ഉയർത്തി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞു വിട്ടു, അവൻ വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി. ഇതെല്ലാം എന്താണ്? താഴ്മ, എളിമപ്പെടൽ, അനുസരണം, വിധേയത്വം. വേഗത്തിൽ കുറിച്ച് വെച്ചു. അപ്പോസ്തല പ്രവർത്തനം 5:32 പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നേരമില്ല എങ്കിലും വേഗത്തിൽ പറയാം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള മക്കള് ഒരു കാര്യം സ്വയം ചോദിക്കണം: എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവ്? എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും സ്വയം ചോദിക്കണം: എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവ്? എനിക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ആളാണെന്ന് കാണിക്കാനാണോ? മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ എനിക്ക് ചെകഞ്ഞെടുത്തിട്ട് അവരെക്കാൾ വലിയ ആളാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സ്വയം കാണാനാണോ? അതോ ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമാണോ? അതോ കർത്താവിന്റെ കൽപ്പന പാലിക്കാനാണോ? യേശുവിനോടുള്ള സ്നേഹത്തിൽ വളരാനാണോ? ഇതും ചിന്തിക്കണം. ചില ആളുകൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ അഹങ്കാരികളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. താഴാതെ, എളിമപ്പെടാതെ, തോൽക്കാതെ പഞ്ചപുച്ഛമടക്കി തന്റെ കസിനായ യോഹന്നാന്റെ മുമ്പിൽ തലകുനിച്ച് ഇപ്പൊ ഇത് സമ്മതിക്ക്, ഇപ്പൊ എന്നെ സ്നാനപ്പെടുത്ത്. എനിക്കറിയാം ഇത് പാപികൾ സ്വീകരിക്കുന്ന സ്നാനമാണ്. എനിക്കറിയാം എന്നിൽ പാപമില്ല, ഞാൻ കളങ്കരഹിതനാണ്, കറയോ ചുളിവോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ നിർമ്മല രക്തമാണ് എന്റെ രക്തം. ഈശോയ്ക്ക് അറിയാം, യോഹന്നാൻ അതറിയാം. യോഹന്നാനോട് ഈശോ പറയാണ്, ഇപ്പൊ ഇത് സമ്മതിക്ക്, എന്നെ സ്നാനപ്പെടുത്ത്. 1 പത്രോസ് 5:5 വായിക്കണ്ട, കേട്ടാ മതി. കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. കർത്താവ് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആ പ്രാർത്ഥനയിൽ, ആ മാഗ്നിഫിക്കാത്തിൽ അമ്മ പറയുന്നില്ലേ, അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ വാർത്തു. അവൻ അഹങ്കാരികളെ ചിതറിച്ചു കളഞ്ഞോണം, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി എളിമയുള്ളവരെ ഉയർത്തി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞു വിട്ടു, അവൻ വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി. ഇതെല്ലാം എന്താണ്? താഴ്മ, എളിമപ്പെടൽ, അനുസരണം, വിധേയത്വം. വേഗത്തിൽ കുറിച്ച് വെച്ചു. അപ്പോസ്തല പ്രവർത്തനം 5:32 പറയുന്നുണ്ട്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. മടുത്തോ നിങ്ങള്? മടുത്തോ? ഞാൻ വേഗത്തിൽ നിർത്താം, 10 ആവില്ല, പെട്ടെന്ന് നിർത്താം. ശ്രദ്ധിച്ചിരിക്കുക. തന്നെ അനുസരിക്കുന്നവരുടെ മേലാണ്. അപ്പോസ്തല പ്രവർത്തനം 5:32 തന്നെ അനുസരിക്കുന്നവരുടെ മേൽ അവിടുന്ന് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. എളിമപ്പെട്ടപ്പോ, അനുസരിച്ചപ്പോ, താണപ്പോ, തോറ്റുകൊടുത്തപ്പോ പരിശുദ്ധാത്മാവ് യോഹന്നാൻ കാണുകയാണ്, ഈശോ കാണുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ,